വർണ്ണാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. ഇവിടെ ഈ ചെറുവാഞ്ചേരിയിലെ അത്തിയാറക്കാവ് ഭഗവതിയുടെയും നാഗത്തിൻ്റെയും വിശേഷപ്പെട്ട ഈ സവിധത്തിൽ എത്തിയിരിക്കുന്ന ഈ നാട്ടിലെ ബാലവൃദ്ധം ജനങ്ങൾക്കും അമ്മയുടെ പേരിൽ എൻ്റെ നമസ്കാരം. കണ്ണൂർ ജില്ലയുടെ ഭാഗമായ ഇവിടം അനേകം ചെറിയ ചെറിയ കാവുകളും ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ദിവ്യഭൂമിയാണ്. ചെറുവാഞ്ചേരിയിലേക്ക് ഞാൻ ഉണ്ടായ കാരണം, കൊറോണയ്ക്കൊക്കെ മുമ്പ് ഞാനിവിടെ കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി ദർശനത്തിന് വന്നു. തിരിച്ചു പോകുമ്പോൾ കലശലായി ഞങ്ങൾക്ക് വിശന്നപ്പോൾ പരിഹാരം കാണണമല്ലോ എന്ന് കരുതി വഴിയിലൊരു ഹോട്ടൽ കണ്ട് അവിടെ സൈഡിൽ നിർത്തിയിട്ട് അവിടെ കയറാനുള്ള കാരണം, കൊട്ടിയൂരിൽ നിന്ന് തൊഴുതു വരുമ്പോൾ ചെറുവാഞ്ചേരിക്കാരനായ ഷിജു ഞങ്ങളോട് പറഞ്ഞു വിശന്ന് പോകണ്ട, നേരെ ഞങ്ങളുടെ ഒരു ഹോട്ടലുണ്ട് അവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ വളരെ വൈകി പോയിരുന്നു ആ സമയം. അപ്പോൾ ഷിജു എന്ത് ചെയ്തു വെച്ചാൽ, ഷിജുവിൻ്റെ വീട്ടിൽ പ്രത്യേകം പറഞ്ഞ് ഭാര്യയോടും അമ്മയോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ സസ്യാഹാരികളാണ്, സസ്യാഹാരികൾക്ക് ചേരുന്ന രീതിയിൽ മനോഹരമായ ഹാർദമായ ഒരു സ്വീകരണം നൽകി. മാത്രമല്ല ആ ഭക്ഷണത്തിൻ്റെ രുചി ഒരിക്കലും നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ഹൃദയം കവർന്ന രുചിയായിരുന്നു അത്. അപ്പം അന്നേ ഞാൻ ചെറുവാഞ്ചേരിയെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വിശന്ന് ആരെയും പോകാൻ അനുവദിക്കില്ല എന്നൊരു നല്ല സന്ദേശം ഈ കണ്ണൂർ ജില്ല നൽകുന്നുണ്ട്. കണ്ണൂർക്കാരുടെ പ്രത്യേകത, കണ്ണൂർ എല്ലാം അസ്ഥിക്ക് പിടിച്ച ആളുകളാണ്. മതം, ധർമ്മം, രാഷ്ട്രീയ ആശയങ്ങൾ. മറ്റ് ജില്ലകളിലെ പോലെ ഗാന്ധിയുടെ നോട്ടുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂറുമാറുന്ന രീതിയൊന്നും ഇവിടെയില്ല. ഇവിടെ ഡു ഓർ ഡൈ ആണ്. ഒന്നല്ലെങ്കിൽ ജീവിക്കുക, അല്ലെങ്കിൽ ആശയത്തിനുണ്ട് മരിക്കുക. ഇങ്ങനെ ഒരു പ്രദേശം ഈ ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കണ്ണൂർ ഈ വലിയ പ്രപഞ്ചത്തിൽ ചെറിയൊരു നാടാണെങ്കിലും അതികായന്മാരെ ആശയം കൊണ്ട് സൃഷ്ടിച്ച നാടാണ്, അതികായന്മാരെ സൃഷ്ടിച്ച നാടാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ നാട്ടിൽ നിന്നുള്ളവരാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം, എന്ത് പ്രലോഭനമുണ്ടെങ്കിലും പ്രകോപനമുണ്ടെങ്കിലും പിന്തിരിഞ്ഞു പോവാതെ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. പണ്ട് പറയും പുറത്ത് വെടിക്കലം, തമാശയ്ക്ക് പറയും പുറത്ത് വെടിക്കല പറഞ്ഞാൽ വെടിവെപ്പ് നടക്കുമ്പോൾ തിരിഞ്ഞു ഓടിയപ്പോൾ ആ പുറത്ത് വെടികൊണ്ടെന്നാണ്. ആ പുറത്ത് വെടിക്കലുള്ള ആരും കണ്ണൂർ ജില്ലയിലില്ല. നെഞ്ഞത്താണ് വെട്ടുകൊള്ളുന്നത്. കാരണം നേരെ നിൽക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക, പ്രീതിപ്പെടുത്തി സംസാരിക്കാതിരിക്കുക, ഉള്ളത് പറയുക എന്നൊക്കെയുള്ള വളരെ ഇന്നത്തെ കാലത്ത് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ ഇന്നും സൂക്ഷിക്കുന്ന ഒരേ ഒരു പ്രദേശം ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ കണ്ണൂരായിരിക്കും. കാരണം വളരെ സ്നേഹിച്ചാൽ അങ്ങേയറ്റം, വെറുത്താൽ ഇങ്ങേയറ്റം എന്ന രീതിയിൽ ആശയപരമായി വളരെ ആഴമുള്ള ആത്മാർത്ഥതയുടെ ആളുകളാണ് കണ്ണൂർ ജില്ലക്കാരെന്ന് എൻ്റെ അനുഭവം. ഒരുപാട് എൻ്റെ തന്നെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ് കണ്ണൂർ. ഇവിടെ ഇന്ന് വൈകിയതിൻ്റെ കാരണക്കാരൻ ഞാനാണ്, ഷിജു അല്ല. ഷിജുവിനെ എല്ലാവരും 10-20 പ്രാവശ്യം വിളിച്ചു പോയാൽ ഞാൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. ഞാൻ കോട്ടയത്ത് ഒരു പരിപാടി, അത് കഴിഞ്ഞ് എറണാകുളത്തൊരു പരിപാടി, അതും കഴിഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ രാത്രി അസമയത്താണ് വാഹനത്തിൽ കയറിയതും ഇവിടെ എത്തിയത്. ഇപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഷിജുവിൻ്റെ അനുവാദത്തോടു കൂടി ഒന്ന് വാങ്ങിപ്പോയതാണ്. കുംഭകർണം ഉറങ്ങിയ പോലെ ഞാൻ അല്പം കൂടുതൽ ഉറങ്ങിപ്പോയി. ഉറങ്ങിയത് പോട്ടെ, ഞങ്ങൾ പുറപ്പെട്ടു വരുന്ന വഴിക്ക് എല്ലാവരും മന്ദം പോകുമ്പോൾ നമ്മുടെ ഷിജു മാത്രം ഷൂമാക്കറുടെ മാതിരി വണ്ടി ഓടിച്ചു, നിരത്ത് തൊട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മന്ത്രം ജപിച്ച ഒരു ദിവസമായിരുന്നു.
കാരണം ഇവിടെ എത്തണ്ടേ, ശരീരഭാഗവും എല്ലാം ഒരേപോലെ അംഗഭംഗം വരാതെ എത്തണ്ടേ. ഷിജു എത്തിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും എനിക്ക് ഷിജുവിൻ്റെ അത്ര കോൺഫിഡൻസ് ഇല്ല, പേടി, ഇത്രയും വേഗത്തിൽ ഓടിക്കുന്നതിനെ കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ അക്ഷമരായ നമ്മുടെ പ്രിയപ്പെട്ടവർ വിളിക്കുകയാണ്, എവിടെയാണ് നിങ്ങൾ, എവിടെയാണ് നിങ്ങൾ, 11 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടെന്ന് പരാതി പറയുകയാണ്. എന്നിട്ടും എന്നെ കാത്തിരുന്ന, കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച നിങ്ങളുടെ എല്ലാം പാദം തൊട്ട് നമസ്കാരം അറിയിക്കുകയാണ്. നമുക്കിന്ന് വിഷയം എന്ന് പ്രത്യേകം തന്നിട്ടുള്ളത്, ഇത് ഒരു കാവാണ്. കാവ് എന്ന് പറഞ്ഞാൽ പുരാതന സങ്കല്പ പ്രകാരം കാട് തന്നെയാണ്. കാട് ഇപ്പം നമുക്കറിയാം, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു നാടാണ് ജപ്പാൻ. അറിയാലോ, അനങ്ങിയാൽ ഭൂമി കുലുക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രളയമാണ്, കൊടുങ്കാറ്റാണ്, പ്രശ്നങ്ങളാണ്. ലോകത്ത് ഏറ്റവും മര്യാദാമസൃണമായി പെരുമാറുന്ന, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ജനങ്ങളുമാണ്. അതേറ്റവും രസം. ജപ്പാനിലെ സ്കൂളുകളിലൊക്കെ കുട്ടി ക്ലാസ്സുകളിൽ പാഠങ്ങൾ പഠിപ്പിക്കില്ല, അവരെ എങ്ങനെ പെരുമാറണം, മര്യാദയോടുകൂടി, സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, നമ്മളെക്കാൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, സഹജീവികളോട് എങ്ങനെ പെരുമാറണം, ശുചിത്വം എങ്ങനെ കൊണ്ടടക്കണം, ഇങ്ങനത്തെ നല്ല അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ജപ്പാനിൽ പഠിപ്പിക്കുന്നത്. തറ, പറ എന്നല്ല തുടങ്ങിയിരിക്കുന്നത്. തറ, താ എന്നുള്ള ശബ്ദം തുടങ്ങാൻ നമ്മുടെ കേരള സർക്കാർ കണ്ടുപിടിച്ച ഒരു വാക്കാണ് തറ. എല്ലാ കുട്ടികളുടെ സംസ്കാരം ഏകദേശം തറ സംസ്കാരമായിട്ട് മാറി. പിന്നെ ക എന്ന് പറഞ്ഞാൽ കണ്ണെന്നോ ഒക്കെ പറഞ്ഞാൽ അത് വർഗീയമായി പോകുമല്ലോ. അപ്പോൾ അവർ കഴുത എന്നാലും തിരക്കേടില്ല. അപ്പോൾ മതേതരായല്ലോ, കഴുത മതേതരാണ്, കണ്ണനാവുമ്പോൾ ഹിന്ദുവായി. ഖഗം പക്ഷി, അത് ഗരുഡനാവാം, അപ്പോൾ അതും വർഗീയമാണ്, വേണേൽ വർഗീയമായിട്ട് ചിത്രീകരിക്കാം. അപ്പം എന്നാ വേണ്ട, നഖം. എന്താണ് ഏറ്റവും ഋണാത്മകമായത്, നെഗറ്റീവായത്, അതാണ് നമ്മുടെ സർക്കാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഗ, ഇപ്പോൾ സർക്കാർ ഇതിൽ ഗണപതി, ഗ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരിക ഗണപതിയാണ്. അപ്പോൾ സർക്കാർ വിചാരിച്ചു അങ്ങനെ വേണ്ട, അങ്ങനെ ഇപ്പോൾ ഇവർ ഈ RSSകാർ സന്തോഷിക്കേണ്ട, ഗണേശോത്സവമൊക്കെ നടത്തുന്ന ടീം സന്തോഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സർക്കാർ എന്ത് ചെയ്തു, ഗർദഭം, ഗർദഭം എന്ന് പറഞ്ഞാലും കഴുത എന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഏറ്റവും മികച്ച ശബ്ദങ്ങളുണ്ടെങ്കിലും പദങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി ഏറ്റവും ഋണാത്മകമായ ശബ്ദങ്ങൾ പഠിപ്പിക്കുന്നത് കൂടാതെ കുട്ടികളുടെ സംസ്കാരം അതുപോലെയായി മാറുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ജീവിത മൂല്യം പഠിക്കുന്നില്ല. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്കും വെള്ളത്തിൽ വീണാൽ മരണം, നീന്തൽ അറിയില്ല, സ്കൂളിൽ നീന്തൽ പഠിപ്പിക്കുന്നില്ല, കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്നില്ല, വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരാൾക്കൊരു ഹൃദയാഘാതം ഉണ്ടായി, അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, അയാളെ ആദ്യത്തെ CPU കൊടുക്കാൻ പഠിപ്പിക്കുന്നില്ല, ഒരു അപകടം വന്നു, ട്രോമാ കെയർ പഠിപ്പിക്കുന്നില്ല. എന്താണോ ജീവിതഗന്ധിയായ പാഠങ്ങൾ അതൊന്നും തന്നെ പഠിപ്പിക്കാത്ത ഒരു കേന്ദ്രത്തെ സരസ്വതി വിദ്യാലയമെന്നോ വിദ്യാകേന്ദ്രമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നയം തന്നെ സംസ്കാരത്തിന് നേരെ എതിരാണ്. നമ്മളൊരു മനുഷ്യനെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം. ഒരാൾ അപകടത്തിൽപ്പെട്ടു, എങ്ങനെ അവന് ട്രോമാ കെയർ കൊടുക്കാം, കൃത്രിമ ശ്വാസം കൊടുക്കുന്ന എങ്ങനെ, വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷിക്കുന്ന എങ്ങനെ, നീന്തൽ എങ്ങനെ, ഇങ്ങനെ ജീവിതഗന്ധിയായ, ജീവിതത്തിൽ വളരെ പ്രായോഗികമായ, അവശ്യം വേണ്ടുന്ന ഒരു കാര്യവും പഠിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അതാണ്, നിർഭാഗ്യവശാൽ അതാണ്. അപ്പോൾ അതിൽ ഒരു ജനത ആകെ യൂസ്ലെസ്സുകളായി മാറുന്ന ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ സന്നദ്ധ സംഘടനകളാണുള്ളത്. സന്നദ്ധ സംഘടനകൾ അവരുടെ അടുത്തേക്ക് ഒരു കുട്ടി എത്തിപ്പെടുമ്പോൾ അവരെ ഒരു രീതിയിൽ പാകപ്പെടുത്തിയെടുത്ത് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചാലും അവിടെ പല സന്നദ്ധ സംഘടനകൾക്കും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നിറങ്ങളുള്ളത് കൊണ്ട് അവിടെയും ജീവൻ രക്ഷ എന്നതിനേക്കാൾ സ്വന്തം ആളുകളുടെ ജീവൻ രക്ഷ എന്നതുപോലെ ആയി മാറുകയാണ്. ഇങ്ങനെ പ്രായോഗികമായ യാതൊന്നും പഠിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുള്ളപ്പോൾ, സംസ്കാരത്തിന് നേരെ വിപരീതമായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുള്ളപ്പോൾ, ഒരു കുഞ്ഞ് അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്ഥാനം എന്താണ് കുടുംബത്തിൽ, എൻ്റെ ആരാണിവർ എന്ന് മനസ്സിലാക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ചലച്ചിത്ര സംവിധായകൻ, അയാൾ ഇവിടുത്തുകാരല്ല, കൊറിയക്കാരനാണ്, കിം കി ദുക്ക് എന്നാണ്, കിം കി ദുക്ക്. അയാളുടെ വിശ്വവിഖ്യാതനാണ്, ലോക പ്രശസ്തനാണ്. അയാൾ മരിച്ചുപോയി, കൊറോണ സമയത്ത് അയാൾ മരിച്ചുപോയി, കൊറോണ പിടിച്ച് മരിച്ചുപോയി.
അയാളുടെ സിനിമകളൊക്കെ വളരെ ചലച്ചിത്രങ്ങളൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ സാമരിറ്റൻ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു പടം. ഈ സാമരിറ്റൻ എന്ന് പറയുന്ന ആശയം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, മറ്റുള്ളവരെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് സാമരിറ്റൻ, ഉപകാരിയായ നന്മയുള്ള വ്യക്തി എന്നർത്ഥം. അപ്പോൾ സാമരിറ്റൻ ഗേൾ എന്ന് പറയുന്നൊരു ചലച്ചിത്രം അയാളെടുത്തു. കൊറിയൻ ചലച്ചിത്രമാണ്. ഇത് യൂട്യൂബിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈമിലോട്ടും കാണും. ആ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത, കൊറിയ എന്ന രാജ്യം, നോർത്ത് കൊറിയ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഉണ്ട്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത, അവിടെ വളരെ പഴക്കം ചെന്ന പാരമ്പര്യമുണ്ട്. ഏഷ്യയുടെ ബൗദ്ധമായതും സനാതനധർമ്മത്തോട് സംബന്ധിച്ചതുമായ പാരമ്പര്യങ്ങളുള്ള നാടാണ്. ആ നാട്ടിൽ ക്രിസ്തു മതത്തിൻ്റെ മിഷണറിമാർ വരികയും ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ പൊതുവേ നമ്മൾ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശഗോപുരങ്ങളാണ്. ലൈറ്റ് ഹൗസസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ പ്രകാശഗോപുരങ്ങളാണ്. അപ്പോൾ ഒരു വിദ്യാലയം ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. കാരണം ആളുകൾ അക്ഷരം പഠിക്കും, വായിക്കാൻ പഠിക്കും, കുറേ സംസ്കാരം പഠിക്കും, സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറാൻ പഠിക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത്തരം വിദ്യാലയങ്ങൾക്കുള്ളൊരു കുഴപ്പം, എല്ലാ നാട്ടിലും ചെന്ന് എല്ലാവരെയും പടിഞ്ഞാറ് നോക്കികളാക്കി മാറ്റുകയാണ്. പടിഞ്ഞാറ് നോക്കികൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മോഡേണിസം, അല്ലെങ്കിൽ പാശ്ചാത്യരുടെ സമ്പന്നതയുടെ കൊഴുപ്പും പ്രസരിപ്പുമാണ് ജീവിതം. നമ്മുടെ കുറി തൊടലും കാവിൽ പോക്കും ഭഗവതിയെ തൊടലും വെളിച്ചപ്പാട് ഉറഞ്ഞുള്ളതൊക്കെ വെറും പ്രാകൃതവും അപരിഷ്കൃതവും നിന്ദ്യവുമാണെന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഏഷ്യ എന്ന് പറഞ്ഞാൽ, ഈ ജംബുദ്വീപം എന്ന് പറയുന്ന ഇവിടം, ഓരോ മൺതരിയും ഏതെങ്കിലും ഒരു മഹാത്മാവ് സ്പർശിക്കാത്തതില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ കഥയെടുത്താൽ സപ്തർഷിമാർ നടന്ന് സഞ്ചരിച്ച നാടാണ്. സ്വാമി വിവേകാനന്ദൻ നടന്ന നാടാണ്. ശങ്കരാചാര്യൻ നടന്ന നാടാണ്. ശ്രീനാരായണ ഗുരുദേവൻ നടന്ന നാടാണ്. എന്ന് വേണ്ട എണ്ണിയാറൊടുങ്ങാത്ത മഹാപുരുഷന്മാർ, സിദ്ധപുരുഷന്മാർ, അഗസ്ത്യർ, വസിഷ്ഠൻ തുടങ്ങിയ മഹാപുരുഷന്മാർ സഞ്ചരിച്ച നാടാണ്. അപ്പം അങ്ങനെയുള്ള ഈ നാട്ടിൽ വന്നിട്ട് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും തമ്മിലൊരു സ്വാഭാവികമായ സംഘട്ടനം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്ന മുഴുവൻ. സ്കൂളിൽ പോകുന്ന കുട്ടി, അവിടെ ആ വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകനോ അല്ലെങ്കിൽ അവിടെയുള്ള മതപുരോഹിതനോ പഠിപ്പിക്കുക, ചോര കുടിക്കുന്ന നിങ്ങളുടെ കാളി പ്രാകൃതയായ ദേവിയാണ്, അവളെ ഉപാസിക്കരുത്. കാളി ചോര കുടിക്കുന്നു. കഴുത്തിൽ മുണ്ടമാല ധരിച്ച്, മുണ്ടമാല എന്ന് പറഞ്ഞാൽ തലയോട്ടി കൊണ്ട് മാല കെട്ടിയിരിക്കും. അരക്കെട്ടിൽ നാണം മറയ്ക്കാനല്ല, അരക്കെട്ടിൽ ക്രൗര്യത്തിൻ്റെ പ്രതീകമായ കൈകൾ ചെത്തിയിട്ട് ചുറ്റോട് ചുറ്റും കെട്ടിയിട്ടിരിക്കുന്നു. ഇങ്ങനെ പ്രാകൃതമായ, കണ്ടാൽ പേടിക്കുന്ന ഈ രൂപങ്ങളെ ആരാധിക്കരുതെന്ന് നമ്മുടെ കുട്ടികളോട് ഏകദേശം ഒരു 150-200 വർഷങ്ങളായിട്ട് മിഷണറിമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? ഇപ്പോൾ ഒരു പ്രഭാഷണം നടന്നാൽ അവിടെ മിക്കവാറും 40 കഴിഞ്ഞ ആളുകൾ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ സ്കൂളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മോടൊപ്പം ആക്റ്റീവായിട്ട് ചിലവഴിക്കുന്ന സമയം വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കുട്ടി രാവിലെ 7 മണിക്ക് ട്യൂഷൻ, അല്ലെങ്കിൽ 6 മണിക്ക്, ചില സ്ഥലത്തൊക്കെ 5 മണിക്ക് പോകുന്നുണ്ട്, 5 മണിക്ക് ട്യൂഷൻ പോകുന്നു, 6 മണിക്ക് ട്യൂഷൻ പോകുന്നു. അങ്ങനെ പോയ കുട്ടി പിന്നെ വരുന്നത് വൈകിട്ടത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് 6-6:30 ആകുമ്പോൾ, സന്ധ്യ കഴിയുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അപ്പം കാല് കഴുകുക, വീട്ടിൽ കയറുന്നതിന് മുമ്പ് കാല് കഴുകുക, എന്നിട്ട് അല്ലെങ്കിൽ കുളിച്ചു വന്നിട്ട് ഭസ്മക്കുറി ഇടുക, വിളക്കിന് മുമ്പിൽ, നിലവിളക്കിന് മുമ്പിൽ നാമം ജപിക്കുക, രാമനാമം, ശിവനാമം ഒക്കെ ജപിക്കുക എന്ന പാരമ്പര്യം കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കുകയാണ്. കാരണം കുട്ടി ഇതിനൊന്നും ഉള്ള ആളല്ല. അവൾ പഠിച്ച്, അല്ലെങ്കിൽ അവൻ പഠിച്ചിട്ട് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതിലും വലിയ എന്തെങ്കിലും ഉണ്ട് അതാവണം, അല്ലെങ്കിൽ സിവിൽ സർവൻറ്റ്, അല്ല IAS കാരനാവണം, IPS കാരനാവണം. ഇങ്ങനെയുള്ള, നമുക്ക് ഈ മത്സരം നടക്കുന്ന ലോകത്ത് നമ്മുടെ കുട്ടി തോറ്റു പോകരുത് എന്ന ചിന്ത കൊണ്ട് അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ടെടുപ്പിക്കുന്ന കല്ല്, ഭാരം സംസ്കാരത്തിന് വിരുദ്ധമായി പോകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹിന്ദുക്കളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് നിയതമായ പാഠശാലകളില്ല. നമുക്ക് നിയതമായ എല്ലാവരും പോകുന്ന പാഠശാലകളില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഞായറാഴ്ചയിലുള്ള സൺഡേ കാറ്റക്കിസം ഉണ്ട്. അവർക്ക് ഞായറാഴ്ച മതപാഠശാലയുണ്ട് ക്രിസ്ത്യാനികൾക്ക്. മുസ്ലിങ്ങൾക്ക് നിരന്തരം സ്ഥിരമായിട്ട് മദ്രസകളുണ്ട്. അപ്പോൾ നമുക്കതുപോലെ ഒരു പ്രത്യേക സംവിധാനമില്ല. അഥവാ അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയാൽ നമ്മളോട്ട് പോവുകയുമില്ല. അത് ഹിന്ദുക്കളുടെ രീതിയാണ്. വടക്കോട്ട് വിളിച്ചാൽ തെക്കോട്ട് പോവുക, പടിഞ്ഞാട്ട് പോകാൻ പറഞ്ഞാൽ കിഴക്കോട്ട് മാത്രം പോവുക എന്നിങ്ങനെയുള്ള അതീവ ഉദാരമായ ഒരു ബഹുമാനം നമ്മൾ എല്ലാത്തിനോടും കാഴ്ചപ്പാട് വെച്ചിരിക്കുകയാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 100 വർഷങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ
അതിൽ അതിശയോക്തിയില്ല. കാരണം നമ്മളിൽ പലരും കുറിതൊട്ട നിരീശ്വരവാദികളും കുറിതൊട്ട ക്രിസ്ത്യാനികളും കുറിതൊട്ട മുസ്ലിങ്ങളുമാണ്. പറഞ്ഞാൽ ദേഷ്യം വരരുത്. കാരണം നമ്മൾ ഇന്നും പലർക്കും ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നതാണ് എന്ന് ഉറപ്പില്ല, ശ്രീരാമൻ ഒരു ചരിത്ര പുരുഷനാണ് എന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷിയോ വസിഷ്ഠ മഹർഷിയോ ശങ്കരാചാര്യരോ പോലും ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനാണെന്ന് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ അവർ ജീവിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് അത് ശരിയാണെന്ന് പരിശോധിക്കാനുള്ള ക്ഷമയില്ല. നമ്മൾ ഈ ആകെ ചുരുങ്ങി ഒരു 60-70 വർഷം ജീവിക്കുന്ന ഈ ആയുസ് പരമാവധി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. കുട്ടികൾ നല്ല ശമ്പളം വാങ്ങണം. നമ്മൾ പണ്ട് പറയും, ഈ മാനം കെട്ടും പണമുണ്ടാക്കിയാൽ മാനക്കേട് പണം മറയ്ക്കുന്നു വെച്ചാൽ എന്ത് രീതിയിലാണെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി, പിന്നെ ആ പണം വെച്ചിട്ട് നമ്മളുടെ മാനക്കേട് മറയ്ക്കാൻ പറ്റുമെന്ന വളരെ ഋണാത്മകമായ നെഗറ്റീവായ ഒരു പ്രൊപ്പഗാൻഡ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? അത്തിയാറക്കാവിലേക്ക് ഞാൻ തൊഴാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അമ്മയോ മുത്തശ്ശനോ പറഞ്ഞാൽ പോലും നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ വാക്യം ഓർമ്മ വരെ, കാളി എന്തിനാണ് ആരാധിക്കുന്നത്, കാളിയൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. മറിച്ച് അവനോട് അവൻ്റെ ദൈവിക സങ്കല്പങ്ങളെ പറ്റി ചോദിക്കാനുള്ള അവകാശവും നമുക്കില്ല. ഒരു പക്ഷെ ആ പള്ളി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ പള്ളിക്കൂടെ നിൽക്കുന്നത് നമ്മളിൽ ഒരുത്തൻ കൊടുത്ത പറമ്പിലായിരിക്കും. വെറും തുച്ഛമായ അടക്ക വിറ്റാ കിട്ടുന്ന കാശിന് കൊടുത്ത പറമ്പിലായിരിക്കും വലിയ മണിമന്ദിരങ്ങൾ, പള്ളിയും പള്ളിക്കൂടവും പട്ടക്കാരനും ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ ഭിക്ഷുവിനെ പോലെ ഓച്ചാനിച്ച് തൊഴുത് അവനെ വിളിക്കുന്നത് അച്ഛൻ എന്നാണ്. ആലോചിച്ച് നോക്കണം. ലോകത്ത് ഒരിക്കലും സ്പെയർ കിട്ടാത്ത ചില സാധനങ്ങളുണ്ട്, അത് അച്ഛനോ അമ്മയുമാണ്. അപ്പോൾ നമ്മൾ അവരെ പോയിട്ട് അത്രയും ബഹുമാനം കൊടുത്ത് വിളിക്കുകയാണ്. അവനെന്തോ തമ്പുരാനും വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസമുള്ളവനും നമ്മൾ അടിമയും പ്രാകൃതനും അപരിഷ്കൃതനുമാണെന്ന ഒരു വളരെ മിഥ്യാബോധം നമുക്ക് വെള്ളക്കാരനോടുള്ള ഒരു വല്ലാത്ത നട്ടല് വളയ്ക്കൽ ഉണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള ഇത്രയും വലിയ ഒരു വിധേയത്വം വന്നത്. അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെ വരാൻ കാരണം ഈ വിദ്യാഭ്യാസമാണ്. അപ്പോൾ നമുക്ക് എന്താ വഴി? അപ്പോൾ വിദ്യാഭ്യാസം വേണ്ടേ? ഇംഗ്ലീഷ് വേണ്ടേ? ഇംഗ്ലീഷ് വേണം, വിദ്യാഭ്യാസം വേണം, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നന്നായി ഉപയോഗിക്കണം, പഠിക്കണം, ഒക്കെ വേണം. പക്ഷേ എന്തിന് ഞാൻ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകണം? എന്തിന് ഞാൻ ഉറച്ചു നിൽക്കുന്ന എൻ്റെ സാംസ്കാരികമായ വേരുകൾ ഞാൻ അറുത്തെറിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛനും ഒക്കെ പാലിച്ചു പോകുന്ന നിരുപദ്രവകരമായ, ആർക്കും വേദന ഉണ്ടാക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത നിരുപദ്രവകരമായ എൻ്റെ ആരാധന എന്തിന് മറ്റൊരുത്തൻ ഞാൻ കൊടുത്ത പറമ്പിൽ സൗജന്യമായി വാങ്ങി പള്ളിയും പട്ടക്കാരനും ഉണ്ടായിട്ട് എൻ്റെ ദൈവങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? ഇത് ചോദിക്കേണ്ട വിഷയമല്ലേ? വിവേകാനന്ദ സ്വാമികൾ 1893 ഷിക്കാഗോയിലെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ അഡ്രസ്, അതായത് ചിക്കാഗോ പ്രസംഗം എന്ന് മലയാളത്തിൽ പറയും, ഷിക്കാഗോ അഡ്രസ് നടത്തിയത്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്യം എന്താണ്? സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome you have given us. നിങ്ങൾ തന്ന ഊഷ്മളമായ സ്നേഹോഷ്മളമായ ഈ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും ആനന്ദവാനാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, I thank you in the name of the mother of all religions. മതങ്ങളുടെ എല്ലാം മാതാവായ സനാതനധർമ്മത്തിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ അഭിവാദനം ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ, ഇംഗ്ലീഷിൽ പ്രസംഗിച്ച വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. നമ്മുടെ കുട്ടികളിൽ എത്ര പേര് ഷിക്കാഗോ പ്രസംഗം വായിച്ചിട്ടുണ്ട്? കുട്ടികൾ പോട്ടെ, മുതിർന്നവർ എത്ര പേര് ഈ ഷിക്കാഗോ പ്രസംഗം മൊത്തം വായിക്കാൻ 10 മിനിറ്റ് മതി? ജസ്റ്റ് 10 minutes വായിക്കാൻ വെറും 10 മിനിറ്റ് മതി ഷിക്കാഗോ അഡ്രസ് എന്ന് പറയുന്നത്. രാമകൃഷ്ണ മഠമാണെങ്കിൽ പരമാവധി വില കുറച്ച് 5 രൂപയ്ക്കോ മറ്റാണ് അത് വിൽക്കുന്നത്, വെറും 5 രൂപയ്ക്ക്. നമ്മളൊരു പക്ഷേ സിഗരറ്റ് വലിച്ചു കളയുന്ന പൈസയായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു അനാവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസയായിരിക്കാം. 5 രൂപ കൊടുത്താൽ രാമകൃഷ്ണ മഠത്തിൽ നിന്ന് ഷിക്കാഗോ പ്രസംഗങ്ങൾ കിട്ടും. അതിൽ പറയുന്നത് മതങ്ങളുടെ മാതാവായ സനാതനധർമ്മത്തിൻ്റെ പേരിൽ, ഹിന്ദുധർമ്മത്തിൻ്റെ പേരിൽ വിദ്യാസമ്പന്നരും ലോകത്തിൽ പരിഷ്കാരികളെന്ന് സ്വയം അഭിമാനിക്കുന്നവരുമായ ആംഗലേയം സംസാരിക്കുന്ന വെള്ളക്കാരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്തുമാതിരത്തെ ഒരു അമ്മയായിരിക്കും വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്നവ? അമ്മ, അതാ ഞാൻ പറഞ്ഞത്. എത്രത്തോളം ഒരു അമ്മ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനിക്കുന്നുവോ, അവൾ ആചരിക്കുന്നുവോ, അത്രത്തോളം ആ കുഞ്ഞിനും
അത്രയും അഭിമാനമുണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിവേകാനന്ദ സ്വാമികൾ. ഭൗതിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് ക്രിസ്ത്യാനികളുടെ സ്കൂളിലും കോളേജിലുമാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ സ്കൂളിൽ പഠിച്ചിരുന്നു. അതിനുശേഷം കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അത് ബ്രിട്ടീഷുകാരുടെ കോളേജാണ്, സായിപ്പന്മാരുടെ കോളേജാണ്. പള്ളിയിലച്ചന്മാർ വിദ്യ കൈയാളുന്ന കാലഘട്ടമാണ്. അവിടെ പഠിച്ചിട്ടും ഭൗതികമായി ഇമ്മാനുവൽ കാന്റിൻ്റെയും മറ്റും ആരാധകനായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ഈശ്വരാരാധന തെറ്റാണ്, ഈശ്വരനൊന്നുമില്ല, വിഗ്രഹാരാധന വെറും പൊട്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നൊരു വിവേകാനന്ദൻ കാഴ്ചയിൽ അപരിഷ്കൃതനും വിദ്യാസമ്പന്നനല്ലെന്നും പ്രത്യേകം തോന്നുന്നതുമായ ഒരു മധ്യവയസ്കന്റെ അടുത്ത് എത്തിപ്പെടുകയാണ്. ശബ്ദം കുറച്ച് മതി കേട്ടോ, ആൾക്കാർ ശരി. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ തന്നെ നല്ലതല്ല, ഇത് വല്ലാതെ ഒച്ചത്തിൽ കേട്ടാൽ നിങ്ങൾക്ക് ശബ്ദം ഒരു മീഡിയത്തിൽ മതി. വിവേകാനന്ദ സ്വാമികൾ പഠിച്ച കോളേജിലെ പ്രൊഫസർ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു കവിത പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ട്രാൻസ് എന്നൊരു പദം നമ്മുടെ ഭാഷയിൽ സമാധി എന്നോ ചിന്താവിഹീനമായ ഒരു സമയമെന്നോ ഒക്കെ പറയാം, ചിന്താവിഹീനമായ ഒരു അവസ്ഥയെന്നൊക്കെ പറയാം. മുഴക്കം ഒട്ടും വേണ്ട കേട്ടോ, സാധാരണ പോലെ ശബ്ദം മതി. വല്ലാതെ മുഴക്കമായാലും ആളുകൾക്ക് ശരിക്ക് വേദന എടുക്കും. അവർ എങ്ങനെ നേരം വൈകി വന്നതിൽ അമർഷം കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശബ്ദം കൂടി കൂട്ടിയായിട്ട് ബുദ്ധിമുട്ടാവും. നേരത്തെ തന്നെ ഒരു പെൺകുട്ടി ഇവിടെ ഒരു പീപ്പിളി കൂതുകയും ചെയ്തു വേഗം തുടങ്ങാൻ. അപ്പോൾ ട്രാൻസ് എന്നൊരു പദം, ആ പദത്തിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ ചിന്തകളെ മുഴുവൻ അതിജീവിച്ച് ചിന്തകൾക്കപ്പുറം പോകുമ്പോൾ എന്താണോ ഉണ്ടാവുന്നത്, ചിന്താവിഹീനമായ ലൗകികമായ ഒന്നിനെപ്പറ്റിയും ചിന്തയില്ലാത്ത ആനന്ദം നിറഞ്ഞ പ്രശാന്തമായ ഒരവസ്ഥ, അതിനെ സമാധി എന്ന് നമ്മൾ ലൂസ്ലി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതെന്താണെന്ന് സർവകലാശാലയിലെ അധ്യാപകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വാക്ക് എങ്ങനെയാണ് വിശദീകരിച്ച് തരേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തകൾക്ക് അതീതമായി മനസ്സിലൊട്ടും ചിന്ത വരാതെ ഹർത്താൽ പ്രഖ്യാപിച്ച റോഡ് പോലെ, ഒരു വണ്ടിയും പാസ് ചെയ്യാത്ത പോലെ, ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകാതെ പൂർണ്ണ പ്രശാന്തമായ ഒരു ചിത്തം സാധ്യമോ? വിവേകാനന്ദ സ്വാമികളുടെ ഉള്ളിൽ അലട്ടിയിരുന്ന ചോദ്യമാണ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ, വെരിലി പോസിബിൾ, ആൻഡ് there is a person who is experiencing trance almost every day. ആ സായിപ്പ് പറഞ്ഞു, എല്ലാ ദിവസവും ഇതുപോലെ ട്രാൻസ് അനുഭവിക്കുന്ന ഒരാളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ മിക്കപ്പോഴും ആനന്ദ തുന്തിലായിട്ട് ഇങ്ങനെ നിശ്ചേഷ്ടനായിരിക്കുന്ന കാണാം. ആരാണത്? ദക്ഷിണേശ്വരം എന്ന സ്ഥലത്ത് വിശ്വപ്രസിദ്ധമായൊരു കാളീക്ഷേത്രമുണ്ട്. ആ കാളീക്ഷേത്രത്തിലെ പൂജാരിയാണ്. കാളീക്ഷേത്രത്തിലെ പൂജാരിയാണ്. വിദ്യാഭ്യാസം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത ആളാണ്. ഭൗതിക വിദ്യാഭ്യാസം ഒട്ടുമില്ല. നമ്മൾ പറയില്ലേ, സ്കൂളിൻ്റെ പഠിക്കൽ മഴയത്ത് പോലും കയറി നിന്നിട്ടില്ലാത്ത ആളാണ്. സംസാരിക്കുമ്പോൾ ഏറിയ പോലും വിക്കുള്ള ആളാണ്. പ്രഭാഷണം ചെയ്യാൻ അറിയാത്ത ആളാണ്. എഴുതാൻ വലിയ തോതിൽ അറിയാത്ത ആളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കളങ്കം ഒട്ടും തന്നെയും ചേർന്നിട്ടില്ലാത്ത വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു മഹാനെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമികൾക്ക് ഒരു സമ്മിശ്ര വികാരം ഉണ്ടായി. ഇയാളെ ഒന്ന് പോയി കാണണം, ചോദ്യം ചെയ്യണം. കാരണം ഇത് ശരിയാവാൻ വഴിയില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഈശ്വരൻ എന്നൊന്നില്ല, സമാധി എന്നൊന്നില്ല, ആനന്ദം എന്നൊന്നില്ല, ബ്രഹ്മാനന്ദം എന്നതൊക്കെ തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുകയും അത് ആ രീതിയിൽ പാശ്ചാത്യ ചിന്തകരുടെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് വിവേകാനന്ദ സ്വാമികൾ. കേശവേന്ദ്ര സെന്നിനെ പോലെയുള്ള ക്രിസ്തു മതത്തിൻ്റെ കുപ്പിയിൽ ഒഴിച്ചു വെച്ച ഹിന്ദുമതമായിരുന്നു കേശവേന്ദ്ര സെന്നിൻ്റേത്. വിഗ്രഹാരാധന പാടില്ല, ഏകദൈവമേ ഉള്ളൂ. ക്രിസ്തുമതമാണ് പലപ്പോഴും പല രൂപത്തിലും നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു തന്ത്രമാണ്. അങ്ങനെ അതൊക്കെ വിശ്വസിച്ചിരുന്ന വിവേകാനന്ദ സ്വാമികൾക്ക് ഇതൊരു പുതിയ വാർത്തയാണ്. നിരക്ഷരനായ, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, അല്ലെങ്കിൽ പാശ്ചാത്യമായിട്ട് യാതൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഈശ്വരനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തത്വചിന്തയ്ക്കൊരു അപവാദമാണ്, വിദേശ തത്വചിന്തയ്ക്കൊരു അപവാദമാണ്. അയാളെ പോയി കണ്ട് ചോദ്യം ചെയ്ത് അയാളെ ഉത്തരം മുട്ടിക്കണം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. 18 19 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. സ്വാമിജി കൂടെ ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന സുഹൃത്തിനെയും കൂട്ടിപ്പോയി. ദൂരം നടന്നാണ് പോകുന്നത്. എത്രയോ ദൂരം നടന്നു പോയി. ഒരു അപരാഹ്നത്തിൽ ഒരു തഴപ്പായ വിരിച്ചിട്ടുള്ള സാധാരണ കട്ടിലിൻ്റെ മേലിൽ വായ മുഴുവൻ മുറുക്കി തുപ്പുന്ന ആൾ, ഒരു വായ മുഴുവൻ മുറുക്കാനിട്ട് ചോപ്പിച്ച ഒരാൾ ഇരിക്കുന്നു. ഒരു പ്രത്യേകതയുമില്ല. നോ മാർക്ക് ഓഫ് എ ഗോഡ് മാൻ, നോ മാർക്ക് ഓഫ് എ ഹോളി മാൻ, against all the stipulated and conceived ideas about a holy man. എല്ലാ തരത്തിലും ഒരു വിശുദ്ധൻ എന്ന ചിന്തയില്ലാത്ത, നമുക്ക് കണ്ടാൽ ഒരിക്കലും വിശുദ്ധനാണെന്ന് തോന്നാത്ത
ഒരു സാധാരണ ഗ്രാമീണൻ, ഒരു അലങ്കാരവും ഇല്ലാത്തൊരു മനുഷ്യൻ. തോളിലൊരു ഓർത്തിട്ടുണ്ട്, അരയിലൊരു മുണ്ടുണ്ട്, അത്ര മാത്രം, വേറെ ഒരു അലങ്കാരവും ഇല്ല. അടുത്ത് ചെന്നു. അപ്പോൾ ഇയാളിങ്ങനെ വളരെ പാതി അടഞ്ഞ മിഴികളാണ്. ഇപ്പം ജനിച്ച് വീണൊരു കുഞ്ഞിൻ്റെ പോലത്തെ മുഖമാണ്. ഇപ്പം ജനിച്ചൊരു കുഞ്ഞ് വീണാൽ ആ കുഞ്ഞിന്, ശിശുവിന് എങ്ങനത്തെ ഒരു നിഷ്കളങ്കത ഉണ്ടാകുമോ അതുപോലെ നിഷ്കളങ്കമായ ഒരു മുഖമാണ്. അത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. ദി ഓൺലി മാർക്ക് ഓഫ് എ വൈസ് മാൻ ഈസ് ഇന്നസെൻസ്. നൈർമല്യമാണ്, നിഷ്കളങ്കതയാണ് ജ്ഞാനിയുടെ ഏറ്റവും വലിയ ലക്ഷണം, മറ്റൊന്നും ലക്ഷണമല്ല. അപ്പോൾ അതുപോലെ നിഷ്കളങ്കത ഉണ്ടായിരുന്നു ഇതിൻ്റെ മുഖത്ത്. സ്വാമിജി ധൈര്യം സംഭരിച്ച് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ മനുഷ്യൻ ഒട്ടും അടി പതറാതെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഉണ്ട്, ഞാൻ നിന്നെ കാണുന്നതിലും വ്യക്തമായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഉത്തരം പുസ്തകം പഠിച്ചവൻ്റെ അറിവിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞ വാചകമല്ല, മറിച്ച് നേരിട്ട് പാല് കുടിച്ചവൻ പാലിനെ പറ്റി പറഞ്ഞതുപോലെ, പഞ്ചസാര കഴിച്ചവൻ മധുരത്തെ പറ്റി പറഞ്ഞതുപോലെ, തേൻ കുടിച്ചവൻ തേനിനെ പറ്റി പറഞ്ഞതുപോലെ, അനുഭവിയുടെ വാക്കിന്റെ ബലം, ഈശ്വരാനുഭവത്തിന്റെ ബലത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു. അത് കൂടം കൊണ്ട് തല്ലുന്ന പോലെ തോന്നി സ്വാമിജിക്ക്. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇത്രയും ആധികാരികമായിട്ട് ആരും എന്നോട് ഞാൻ ഈശ്വരനെ അനുഭവിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിനുള്ളിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടായി. മഹാത്മാക്കളുടെ ശബ്ദം നമ്മിൽ അത്തരത്തിലുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ഇത് കേട്ടപ്പോൾ വിദ്യാസമ്പന്നനായ പാശ്ചാത്യ ചിന്ത ശരിയാണെന്ന് വിചാരിച്ചിരുന്ന വിവേകാനന്ദ സ്വാമികൾക്ക് ഒരു അത്ഭുതം തോന്നി. ഇങ്ങനെ സാധ്യമോ? ആ ഒരു ആൻസർ, ഒരു ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വിറച്ചുപോയി. നിസ്സാരമായ 2 വാചകങ്ങളാണ്. ഉണ്ട്, നിന്നെ കാണുന്നതിൽ വ്യക്തമായി ഞാൻ കാണുന്നു ഈശ്വരനെ എന്ന് പറയും. അത് അദ്ദേഹത്തിനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് തൽക്കാലം പെട്ടെന്ന് തടി കഴിച്ചിലാക്കുന്നവൾ പറയില്ലേ, പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയി വിവേകാനന്ദ സ്വാമികൾ. വീട്ടിൽ പോയിട്ട് ഇത് തന്നെ ചിന്ത. അത് ഈ മനുഷ്യൻ ഒന്നല്ലെങ്കിൽ ഇയാൾക്ക് മുഴു ഭ്രാന്താണ്. ഭ്രാന്തൻ എന്തും പറയാമല്ലോ. ഭ്രാന്തനെ ഞാൻ ദൈവമാണെന്ന് പറയാം, ഞാൻ ദൈവത്തെ കാണുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇയാൾക്ക് വട്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് ശരിക്കും ഇയാൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ഭ്രാന്തന്റെ മുഖം ഇരിക്കുന്ന പോലെ അല്ല ഇയാളുടെ മുഖം ഇരിക്കും. ഇയാളുടെ മുഖം ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമാണ്. അപ്പോൾ അയാൾക്ക് എങ്ങനെ കള്ളം പറയാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർ നമ്മൾ പറയില്ല, അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ ഇന്ന് ഭൂമിയിലുണ്ടോ എന്ന് സംശയമാണ്. എങ്കിലും നമ്മൾ പറയില്ലേ ആ നിഷ്കളങ്കത. വിവേകാനന്ദ സ്വാമികൾ വീട്ടിൽ പോയപ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ ഇത് തന്നെ ചിന്ത, ഈ കളവനെ പറ്റിയുള്ള ചിന്തയാണ്. എന്താണ് ഇയാൾക്ക് ഇത്ര പ്രത്യേകത? ഇതുവരെ ഞാൻ എത്രയോ പുസ്തകങ്ങൾ വായിച്ചിരിക്കും, തത്വചിന്തയെ പറ്റി, ലോകോത്തരമായ സാഹിത്യം, ചിന്തകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുപോലെ ആധികാരികമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. വിവേകാനന്ദ സ്വാമികൾ ഇതിനു മുമ്പും പലരോടും, അന്ന് പ്രശസ്തരായ പലരോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഹാവ് യു സീൻ ഗോഡ്? നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തലയപ്പ് ചെയ്ത് എന്തിനു ഏറെ പറയുന്നു, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞ അന്ന് കാലത്തെ വലിയ പ്രശസ്തനായ ഒരു സ്പിരിച്വൽ ഫിഗർ ആയിരുന്നു അയാൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സ്വാമിജി ചോദിച്ചിട്ടുണ്ട് ഇതേ കാര്യം. രാമകൃഷ്ണദേവനെ കാണുന്നതിന് മുൻപ് ചോദിച്ചു, ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ? വല്ലാതെ ശബ്ദം കൊണ്ട്, മൈക്കിന്റെ ശബ്ദം കൊണ്ട് ചിലമ്പിച്ച് കേൾക്കാതാവുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുക എൻ്റെ ഉദ്ദേശം. മൈക്കിൻ്റെയും പ്രാഥമികമായ ധർമ്മം അതാണ്. ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല, വ്യക്തമാവുന്നുള്ളതാണ് മൈക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ ടാഗോറിന്റെ അച്ഛനോട് പോയി ചോദിച്ചു, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, നിനക്കൊരു യോഗിയുടെ കണ്ണുകളാണ്. സ്വാമിജിയെ പ്രശംസിക്കാൻ നോക്കി. സ്വാമിജി പറഞ്ഞു, പ്രശംസയൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ അതും ഇതും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സ്വാമിജി ഇറങ്ങി പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ വിദ്യയില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യനടുത്ത് ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, യെസ് ഞാൻ കാണുന്നുണ്ട്, നിന്നേക്കാൾ വ്യക്തമായി കാണുന്നുണ്ട് പറഞ്ഞു. ആ വാക്കിന്റെ ശക്തി നോക്കണം. അങ്ങനെ അയാൾ തിരിച്ചുപോയി ഇങ്ങനെ ആഴ്ചകളോളം ഇത് തന്നെ ചിന്ത. പക്ഷെ എപ്പോഴും ഇയാളെപ്പറ്റി തന്നെയാണ് ചിന്ത. ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത് ആകെ 5 മിനിറ്റ്. ആ 5 മിനിറ്റ് അയാൾ പറഞ്ഞത് ആകെ 2 വാക്യങ്ങൾ. ആ 2 വാക്യങ്ങൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുകയാണ്. ചിന്തയിൽ മുഴുവൻ ഇത് തന്നെ. അതെങ്ങനെ സാധിച്ചു? ഇതുവരെ എത്രയോ വിദേശത്ത് പ്രസിദ്ധരായിട്ടുള്ള പല തത്വചിന്തകന്മാരുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ഇതുപോലെ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ, അതായത് നീണ്ടു നിൽക്കുന്ന ഒരു മുദ്ര പതിപ്പിച്ചില്ല സ്വാമിയുടെ മനസ്സിൽ. ഇതങ്ങനെയല്ല. അപ്പോൾ ഇദ്ദേഹം ഇനിയും പോകണം. ഇനി പോകുന്ന സമയത്ത് ഐ ഷുഡ് ടേക്ക് എ ഡിഫെൻസ്. ഞാൻ കുറച്ചുകൂടി ശക്തമായ ചോദ്യങ്ങളായിട്ട് പോകണം. ഇയാൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ തെളിയിക്കണം. ഇതാണ് ഉദ്ദേശം. അദ്ദേഹം 2ാമത്തെ ആഴ്ച വന്നപ്പോൾ തിരിച്ചുപോയി.
ദക്ഷിണേശ്വരത്ത് പോയി. ആ സമയത്ത് രാമകൃഷ്ണദേവൻ കട്ടിലിരിക്കുകയാണ്, കട്ടിലിൽ മുറിക്കകത്ത്. സ്വാമിജി ആ ഡോറും കൊണ്ട് കടന്നപ്പോഴേക്ക് വിവേകാനന്ദ സ്വാമിയോട് രാമകൃഷ്ണദേവൻ ഓടിപ്പോയിട്ട് കൈ രണ്ടും ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുവന്ന് അടുത്തിരുത്തിയിട്ട് കുറേ ജിലേബിയൊക്കെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ദേഷ്യം വന്നു സ്വാമിജിക്ക്. ഇതെന്താണ് ഇയാൾ ഇങ്ങനെ വളരെ പരിഷ്കാരമില്ലാത്ത പോലെ പെരുമാറുന്നത്? ആകെ ജീവിതത്തിൽ ഒരു തവണ കണ്ട ഒരാളോട് ഇത്ര സ്നേഹം കാണിക്കേണ്ട കാര്യം എന്താണ്? കൈ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, അടുത്തുകൊണ്ടിരുത്തുന്നു, ജിലേബി കൊണ്ട് വായിൽ വെച്ച് കൊടുക്കുന്നു. ഇതൊന്നും ശരിയല്ല, നല്ലതല്ല എന്ന ചിന്ത അയാൾക്കുണ്ടായി. അപ്പൊ വീണ്ടും ഈ ചോദ്യം ചോദിക്കാനിരിക്കുകയാണ്, നിങ്ങൾ സത്യത്തിൽ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഭ്രാന്തല്ലേ എന്ന് ചോദിക്കാനിരിക്കുകയാണ്. ചോദിച്ചു, നിങ്ങൾ ശരിക്കും പറ, സത്യം പറ, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഉടനെ ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കി, ഇനി ഇവനോട് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടോ എന്നൊരാൾ ചോദിച്ചു. ആൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്. പോയിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലോ, പിന്നെയും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു വാക്കുകൊണ്ട് മറുപടി, ഇനി ഞാൻ വാക്കുകൊണ്ട് പറയില്ലെന്ന് ഭഗവാൻ രാമകൃഷ്ണൻ തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വലത്തെ കാലിലെ പെരുവല്ല കൊണ്ട് വിവേകാനന്ദ സ്വാമിയുടെ കാലിലൊന്ന് ദേഹത്തും തൊട്ടു. വിവേകാനന്ദ സ്വാമിയുടെ വലത്തെ കാലില് രാമകൃഷ്ണദേവന്റെ വലത്തെ കാലിലെ പെരുവല്ല കൊണ്ട് തൊട്ടു. ആ തൊട്ട നിമിഷം, അതിനാണ് തന്ത്രശാസ്ത്രത്തിൽ ശക്തിപാദം എന്ന് പറയുന്നത്. ശക്തിപാദം, ഡോൺ ഓഫ് ദ ഡിവൈൻ പവർ. ആദങ്ങോട് തൊട്ടതും ഷോക്കടിച്ച പോലെ സ്വാമിജി പ്രപഞ്ചബോധം ഒക്കെ പൊടിപൊടിയായി മറഞ്ഞുപോയി. ഇതെല്ലാം ഒരു പരാശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. ഞാനീ കാണുന്ന മരവും മൈക്കും മനുഷ്യനും എല്ലാം ഉണ്മയിലുള്ളതല്ല, ഇതിൻ്റെ എല്ലാം സൂക്ഷ്മ ചൈതന്യം ഇവിടെ എല്ലാം ഒളിമിങ്ങി നിൽക്കുന്നു. ഞാനും അത് തന്നെ, അതും അത് തന്നെ എന്ന ബോധം ഉണ്ടായി. ആ ബോധത്തിലേക്ക് ഇങ്ങനെ ചുഴിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ടായി. കാരണം ശരീരബോധമുണ്ട്, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അവർക്ക് ആരുണ്ട്? ഞാൻ പോയാൽ മരണമാണിതെന്ന് ഓർത്തു പോയി. ഇത് അദ്ദേഹം വിചാരിച്ചു ഇത് മരണമാണ്. പേടിച്ച് നിലവിളിച്ചു, അയ്യോ എന്നെ വെറുതെ വിടണേ, എനിക്ക് അച്ഛനും അമ്മയുണ്ട്, എന്നെ വെറുതെ വിടണേ എന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ നെഞ്ചത്തൊന്നും തടവിപ്പോൾ ഒട്ടും സമാധാനമായി. തിരിച്ചു പോയിട്ട് സ്വാമിജി കോളേജിൽ പോകുമ്പോൾ ഒക്കെ അന്യമനസ്കരാണ്. ശരീരം ബോധം എല്ലാം താൻ തന്നെ എന്നൊരു ബോധമാണ്, എല്ലാം ഉണ്മ തന്നെ, എല്ലാം ചൈതന്യം തന്നെ. അപ്പൊ അദ്ദേഹം കൽക്കത്തയിലെ റെയിൽ പാളങ്ങളിൽ ഇങ്ങനെ വലിയ കട്ടിയുള്ള ഇരുമ്പിന്റെ കമ്പികൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന അവിടെ തല പോയി ഇടിച്ചു നോക്കുമായിരുന്നു. ആ വസ്തു അവിടെ ഉണ്ടോന്നറിയാം. എല്ലാം ചൈതന്യമായിട്ടാണ് തോന്നുന്നത്. കാഴ്ചയിലൊരു വസ്തു ഉണ്ടെന്ന് തോന്നിയാലും എല്ലാത്തിൻ്റെയും അന്തർലീനമായ പരാശക്തിയുടെ വിളയാട്ടം ഒരൊറ്റ സ്പർശത്തിലൂടെ പകർന്നു കൊടുത്തു രാമകൃഷ്ണദേവൻ. ആണ് മഹാത്മാക്കളുടെ ശക്തി. ഈ രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിയെ പോലെ വിദ്യാസമ്പന്നരായ, പാശ്ചാത്യ വിദ്യാഭ്യാസം ഏറെക്കുറെ ഹിന്ദുധർമ്മം വെറും പൊട്ടത്തരമാണെന്നും കാളിയെയും കൃഷ്ണനെയും രാമനെയും ശിവനെയും ഒക്കെ ഉപാസിക്കുന്നത് പ്രാകൃതമാണെന്നും പറഞ്ഞു പഠിപ്പിച്ച് ചെറുപ്പം മുതൽ കൊണ്ടുവന്ന വിവേകാനന്ദ സ്വാമിയെ ഒരു സ്പർശം കൊണ്ട് വിദ്യാഭ്യാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു രാമകൃഷ്ണ പരമഹംസർക്ക് എന്നേക്കുമായി മാറ്റാൻ പറ്റുകയും സനാതനധർമ്മത്തിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച വക്താക്കളിൽ ഒരാളാക്കി തീർക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ ഉപാസന ഒന്നും വെറുതെയല്ല. ശ്രീരാമകൃഷ്ണദേവന്റെ ഏട്ടൻ ആണ് ആദ്യമായിട്ട് അവിടെ പൂജാരിയായിട്ട് പോയത്. അദ്ദേഹത്തിന് അസുഖം ടൈഫോയിഡ് പിടിച്ചപ്പോൾ പകരക്കാരനായിട്ട് ശാന്തിക്കാരനെ വേണം. അപ്പോൾ അനിയനെ കൊണ്ടുപോവാണ് ചെയ്തത് ദക്ഷിണേശ്വരത്ത് റാണി രാസാമണി പണിയിച്ച കാളി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ കാളി നമുക്കറിയാം ഉഗ്രരൂപിണിയാണ്, നാവ് പുറത്തേക്കിട്ടിരിക്കുകയാണ്, നാവിൽ നിന്ന് രക്തം ഉറ്റി വീഴുന്നു, കയ്യിൽ അറുത്തു പിടിച്ച തലയുണ്ട്, കഴുത്തിൽ തലയൊട്ടി മാലയുണ്ട്, അരയ്ക്ക് ചുറ്റും കൈവെട്ടിയ മാലയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭീകരമെന്ന് തോന്നാം. പക്ഷെ ഇതെന്താണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്? ഒരിക്കല് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കൊച്ചിയിൽ മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ. അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ഫാദർ, ക്രിസ്ത്യൻ പ്രീസ്റ്റ്, ഒരു വികാരി പ്രസംഗിച്ചു. എനിക്കറിയുന്നില്ല എന്തിനാണ് ആളുകൾ ഈ രൂക്ഷമായ രക്തം ചൊരിയുന്ന കാളിയൊക്കെ ആരാധിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു വാക്കു പറഞ്ഞപ്പോൾ അതിന് മറുപടി പ്രസംഗത്തിൽ യേശുദാസ് ഒരു മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഒരു ഹിന്ദു ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്നും പറയില്ല, പള്ളിയിലച്ഛനെ കാലും പിടിച്ചു പോകുന്നതിന്. പക്ഷെ യേശുദാസ് ഒരു മറുപടി പറഞ്ഞു. ആകാശത്തോടെ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേണ്ടി ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ പൊതുവേ ശാന്തയായ ഒരു തള്ളക്കോഴി പെട്ടെന്ന് ചിറകൊക്കെ വിരിച്ച് കണ്ണുരുട്ടി ഒരു നിൽപ്പ് നിൽക്കും. അതെന്തിനാണ്? തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. ഏതൊരു പാർവതിയാണോ മഹാദേവന്റെ ഇടത്തെ തുടയിലിരുന്ന് ശൃംഗാരത്തോടു കൂടി നല്ല വൃത്തിയായി ഉണ്ടാക്കിയ താമ്പൂലം മഹാദേവന്റെ വായിൽ വെച്ചു കൊടുത്ത് ഭോഗസുഖത്തെ അനുഭവിക്കുന്നത്, ഏതൊരു പാർവതിയാണോ
കൈലാസത്തിലെ ഉദ്യാനത്തിൽ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഉദ്യാനമാണ് കൈലാസത്തിലാണ് കവികൽപ്പന. ആ കൈലാസത്തിലെ ഉദ്യാനത്തിൽ ശാന്തയായ പക്ഷികളോടും തത്തയോടും പൂച്ചയോടും പട്ടിയോടും ഒക്കെ ഇണങ്ങിയും സ്നേഹത്തോടും ജീവിക്കുന്ന, മാനിനോടൊപ്പം കളിക്കുന്ന ഒരു പാർവതിയായിരിക്കുന്നത്. അതേ പാർവതി തൻ്റെ ഭക്തരെ ആരെങ്കിലും ആക്രമിക്കുന്നത് കണ്ടാൽ ഈ തള്ളക്കോഴിയെ പോലെ അതിശക്തമായ ഒരു രൂപം, കണ്ടാൽ ഭയക്കുന്ന രൂപം എടുക്കാൻ കഴിവുണ്ട്. അതാണ് ഈശ്വരൻ. ഈശ്വരൻ കേവലം സൃഷ്ടിച്ച് ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് വിടുകയല്ല, ഈശ്വരൻ പല ഭാവം എടുക്കുന്നു. അങ്ങനെ ജഗന്മാതാവ് പാർവതീദേവി 10 ഭാവങ്ങൾ എടുക്കുന്നു എന്ന് തന്ത്രം പറയുന്നു. അതിൽ കാളി, താര, ചിന്നമസ്ത, ബഗളാമുഖി, ധൂമാവതി, മാതംഗി, കമല തുടങ്ങി ത്രിപുരസുന്ദരി, ത്രിപുര ഭൈരവി, ഇങ്ങനെ 10 ഭാവം എടുക്കുന്നു. മഹാവിഷ്ണു എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിച്ച ആനന്ദത്തോടുകൂടി ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുകയും ഋഷിമാരുടെ പൂജ ഏറ്റുവാങ്ങുകയും വിതുര പത്നിയുടെ ഭക്തിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കുകയും ചെയ്യുന്നത്, അതേ ശാന്തനായ കൃഷ്ണനല്ലേ തൻ്റെ മുമ്പിൽ തൻ്റെ ഭക്തയായ പാഞ്ചാലിയെ അപമാനിച്ച ദുര്യോധനാദികളെ കാലാവധിക്ക് അയക്കാൻ വേണ്ടി ഒട്ടും മനസ്താപം തോന്നാതെ ഈ ലക്ഷക്കണക്കിന് വരുന്ന പടകളെ മുഴുവൻ കൊന്നും വെട്ടിയും ചതച്ചും കൊല്ലുന്നത് കണ്ട് ആനന്ദിച്ച് ചിരിച്ചു നിന്നവനും കൃഷ്ണനാണ്. അപ്പോൾ ഒരു ദേവത അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫോമിൽ, അതിൻ്റെ സംരക്ഷണ ഭാവത്തിൽ ആ രൂപം മാറുകയാണ്. നമുക്ക് ഭൗതിക ജീവിതത്തിൽ സ്വത്ത് സമ്പാദിച്ചാൽ മാത്രം പോരാ, അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണ്ടേ? അതുകൊണ്ടല്ലേ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ അന്യചിന്ത കൂടാതെ ആര് നിരന്തരം ഉപാസിക്കുന്നുവോ അവന്, അങ്ങനെയുള്ള നിത്യാഭിയുക്തനായ എൻ്റെ ഭക്തന് വന്നു ചേരേണ്ടുന്ന സ്വത്ത് ഞാൻ ഉറപ്പുവരുത്തും. അതാണ് യോഗം. നമ്മൾ പറയും ലോട്ടറി അടിക്കാൻ ഒരു അക്കം മാറിപ്പോയി, എന്താ പറയുക, യോഗമില്ല. യോഗം എന്ന് പറയുന്നത് നമ്മിലേക്ക് വന്നു ചേരുന്ന സ്വത്താണ്, സമ്പത്താണ്, അനുഗ്രഹങ്ങളാണ്, ഐശ്വര്യമാണ്, ഭാഗ്യമാണ്. വന്നു ചേരുന്ന ഭാഗ്യം യോഗവും അത് നിലനിർത്തുന്ന, അതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമവുമാണ്. അപ്പൊ ഭഗവാന് 2 ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് വരാനുള്ളത് കൊണ്ടുതരിക, കൊണ്ടെത്തന്നതിനെ സംരക്ഷിക്കുക. ഈ രണ്ടും ഭഗവാൻ ചെയ്യും. ആർക്ക്? ആരൊരുവനാണോ എന്നെ അന്യചിന്ത കൂടാതെ ഉറ്റ ബന്ധുവായി കണക്കാക്കി അല്ലെങ്കിൽ താൻ തന്നെ എന്ന് കരുതി ഉപാസിക്കുന്നത്, ആ വിശുദ്ധനായ ഭക്തന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ദ്രൗപദി ദുര്യോധനാദികളുടെ അപമാനം ഏറ്റുവാങ്ങി ഭർത്താക്കന്മാർ ചൂതുകളിക്ക് പോയി. ഹിന്ദു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് മഹാഭാരതത്തിലുള്ളത്. മഹാഭാരതത്തിലെ ഹിന്ദു പാണ്ഡവരാണ്, എല്ലാം വിറ്റു തുലക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയുന്ന എൻ്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ മിക്ക നായർ തറവാടുകളും നശിച്ചു പോയത് വിറ്റ് കള്ളു കുടിച്ചിട്ടാണ്. വിറ്റ് പറമ്പുണ്ട്, ആ പറമ്പ് വിറ്റ് ജീവിക്കുക. ഇതിന് ഏറെ ബലം കൊടുക്കുന്ന രീതിയിൽ സിനിമകളും ഉണ്ടായി ഒരു കാലത്ത്. എന്താണ് ദേവാസുരം എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പറമ്പ് വിൽക്കുക, എന്നിട്ട് വെള്ളമടിക്കുക, പറമ്പ് വിൽക്കുക, പെണ്ണ് പിടിക്കുക, പറമ്പ് വിൽക്കുക, ചൂത് കളിക്കുക, ഇങ്ങനെ എല്ലാം വിറ്റ് തുലയ്ക്കുന്ന ഹിന്ദുവിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ തന്നെയല്ലേ മഹാഭാരതം കാണിച്ചു തരുന്നത്. പാണ്ഡവരുടെ മാതിരി സ്വന്തം ഭാര്യയെ വരെ പണയം വെക്കുന്ന രീതിയിലേക്ക് ഒരു മനുഷ്യൻ അഡിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിധേയത്വത്തിൽ പെടുകയാണ് കളികളിൽ. ചൂതുകളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ നോക്കൂ നിങ്ങൾ. ഇന്നത്തെ ഒരു 10 വയസ്സിന് മേലുള്ള ചെറുപ്പക്കാർ കുട്ടികൾ രാത്രി ഉറങ്ങുന്നില്ല, അവർ ഗെയിം കളിക്കുകയാണ്, ഓൺലൈൻ ഗെയിം അഡിക്റ്റാണ്. എത്രയോ കുട്ടികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഈ ഓൺലൈൻ ഗെയിമിൽ ജയിക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് റീചാർജ് ചെയ്യാൻ പണം അമ്മയോ അച്ഛനോ കൊടുക്കാഞ്ഞിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം പ്രത്യേകിച്ച് യാതൊരു കോമൺ ഗോളും ഇല്ല. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്ത് നമുക്ക് ബ്രിട്ടീഷുകാരെ ഓടിക്കണമെന്നൊരു പൊതു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു പൊതു ശത്രു ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പൊതു ശത്രുവില്ല, നാം തന്നെ. അല്ലെ മധുസൂദനൻ എഴുതിയല്ലോ, തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മൾ ഒന്നൊന്നു ചൊല്ലും ചിരിക്കും. ഇപ്പൊ അമ്പലത്തിലൂടെ കൂടിയിരിക്കുമ്പോൾ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാവർക്കും, അല്ലേ? ഇവിടെ മാറിയാലോ പരസ്പരം കുറ്റം പറയുക, പരസ്പരം നശിപ്പിക്കാൻ ശ്രമിക്കുക, തേളിന്റെ സ്വഭാവം എടുക്കുക. ഇത് ഹിന്ദുവിന് പാണ്ഡവരുടെ കാലത്ത് മുതലേ ഉള്ളതാണ്. 5000 ആണ്ടുകൾക്ക് മുമ്പേ നമ്മൾ നേടിയെടുത്ത നികൃഷ്ടമായൊരു ഭാവമാണ് പരസ്പരം കുറ്റം പറയാന്നുള്ളത്, പരസ്പരം മോശം പറയാന്നുള്ളത്. എന്തും പണയം വെച്ചും വിറ്റും ശീലിക്കുകയാണ്. പണത്തെ അത്യാവശ്യം വന്ന ഉടനെ പറമ്പ് വെക്കുകയാണ്. ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല. എന്നോടൊരാൾ പറഞ്ഞു, ഞങ്ങൾ 1 ഏക്കർ പറമ്പുണ്ടായിരുന്നതിൽ കുറച്ച് ഭാഗം കൊടുത്തപ്പോൾ വാങ്ങിയതൊരു മുസ്ലിം സുഹൃത്താണ്. അയാൾ വിചാരിക്കുന്നതിലും കൂടുതൽ പണം തന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വിചാരിക്കുന്നതിനും കൂടുതൽ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുഷ്ടലാക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എൻ്റെ കയ്യിൽ വിൽക്കാനുള്ള സാധനം 5 രൂപയുള്ളൂ, 50 രൂപ എനിക്ക് ഓഫർ ചെയ്താൽ ഞാൻ ചിന്തിക്കും, എന്താണ്, എന്നെയാണോ വാങ്ങുന്നത് അതോ എനിക്ക് വിൽക്കാനുള്ള വസ്തുവിനെയാണോ വാങ്ങുന്നത് ഞാൻ ചിന്തിക്കും. പണത്തിൻ്റെ കൊഴുപ്പ്, ഗൾഫ് പണം ഇവിടെ കേരളത്തിൽ വന്നതുകൊണ്ട് കേരളം ഒരുപാട് മെച്ചപ്പെട്ടു.
ഭൗതികമായിട്ട് സാംസ്കാരികമായിട്ട് നമ്മൾ വളരെ പുറകോട്ട് പോയി പല കാര്യങ്ങളിലും. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. സ്ഥലത്തിനൊരു ഹിന്ദു 1 ലക്ഷം രൂപ സെന്റിന് പറഞ്ഞാൽ അവൻ 5 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഹിന്ദു എന്ത് വിചാരിക്കും, ഏതായാലും ഞാൻ പറമ്പിട്ട് എന്താ കാര്യം, 5 ലക്ഷത്തിന് വിൽക്കാം. പാണ്ഡവരുടെ ബുദ്ധിയല്ലേ നമുക്ക് കൊടുക്കാം. ഭാര്യയെ വേണം കൊടുക്കാം. മകളെ MBBS പഠിക്കാൻ മെഡിക്കൽ കോളേജിൽ വിട്ടു. മറ്റൊരു സമുദായത്തിൽപ്പെട്ടൊരു ചെറുക്കൻ പ്രേമിച്ചു, കൊണ്ടുപോയിക്കോട്ടെ, എന്താ കുഴപ്പം, കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ എന്തായി? കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രം കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ 160 കുട്ടികളാണ് മതം മാറിപ്പോയത്. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് മതം മാറിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഗർഭപാത്രമാണ് അവർ വാങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടി മതം മാറിപ്പോയാൽ എന്താ കുഴപ്പം? ഒരു ഗർഭപാത്രമാണ് അവർ വാടകയ്ക്ക് എടുക്കുന്നത്. കാരണം 1 4 5 ആവാലോ, അങ്ങനെയല്ലേ? അപ്പോൾ ഒരു ഗർഭപാത്രം ഒരാൾ വാങ്ങുകയാണ്, പ്രണയത്തിന്റെ കവചം അണിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കവചമല്ല, പ്രണയത്തിന്റെ കഞ്ചുകം അണിഞ്ഞുകൊണ്ട്, പ്രണയത്തിന്റെ മനോഹരമായ പട്ടണിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒന്നാണിത്. ഇപ്പൊ ഈ കുട്ടി പോയാൽ എന്താ സംഭവിക്കുക? അവൾ 5, 6, 7, 8, 10 പെറും. ഒരു പ്രസവ മെഷീനായിട്ട് അവൾ മാറും. അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആരായി വളരും? ഹിന്ദു വിരുദ്ധരായി വളരും. മുസ്ലിം ആവുന്നു, ക്രിസ്ത്യാനി ആവുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ അവൻ ഹിന്ദു വിരുദ്ധനായിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. അവൻ മുസ്ലിമായോ ക്രിസ്ത്യാനിയാണോ വളരുന്നത് എനിക്കറിഞ്ഞൂടാ, പക്ഷെ അവൻ കാളിയിൽ വിശ്വസിക്കില്ല, കൃഷ്ണനെ വിശ്വസിക്കില്ല, രാമനെ വിശ്വസിക്കില്ല, ശിവനെ വിശ്വസിക്കില്ല, നമ്മുടെ പാരമ്പര്യത്തെ വിശ്വസിക്കില്ല. അപ്പം അങ്ങനെ നാം നമ്മുടെ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന എങ്ങനെയാണ്? സംസ്കാരം പറഞ്ഞു കൊടുക്കാത്ത മകളും സംസ്കാരം പറഞ്ഞു കൊടുക്കാത്ത മകനും പെട്ടെന്നൊരാവശ്യത്തിനെടുക്കുന്ന പറമ്പും എല്ലാം നമുക്ക് ശത്രുവായി മാറും. ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞു എന്നോട്, കുറച്ച് സ്ഥലം കൊടുത്തു, 50 സെന്റ് കൊടുത്തു, അവന് വീട് വെക്കാനും പറ്റുമെന്നാണ് പറഞ്ഞത്. വലിയൊരു വീട് പോലെ കിട്ടുന്നത് കണ്ടു. ഇപ്പോൾ അത് പള്ളിയാണ്. പള്ളി ആയാലും തെറ്റൊന്നുമില്ല, ഞങ്ങളുടെ പറമ്പ് കുറച്ച് താഴ്ന്നിട്ടാണ്. അപ്പോൾ അവിടെ ശവം വെക്കാൻ തുടങ്ങി മേലെ. അപ്പോൾ ആ ശവത്തിൽ നൂറുന്ന ദ്രവങ്ങൾ കിണറിലേക്ക് ഊറി വരികയാണ്. അത് കഴിക്കുന്നവന്, ആ വെള്ളം കുടിക്കുന്നവനുണ്ടാകുന്ന രോഗങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കോഴിക്കോട് ജില്ലയിൽ കുറ്റിച്ചിറ, കുണ്ടുങ്ങൽ പ്രദേശത്ത് അധികം ആളുകൾക്കും ആണുങ്ങൾക്കും വൃഷണം വീങ്ങുന്നൊരു അസുഖം. ഇപ്പോഴല്ല, 70കളിൽ വളരെ വ്യാപകമായിരുന്നു വൃഷണം വീങ്ങി വരിക. അപ്പോൾ അതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് ഈ ശവദ്രാവകമാണ് കുടിക്കുന്ന കിണറ്റിലൂടെ. അപ്പം നിങ്ങൾ പറയൂ, കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ട് ഈ നിത്യരോഗം മാറുമോ? കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ട് ശവപ്പറമ്പിൽ താമസിക്കുന്ന വേദന മാറുമോ? അപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടി നിങ്ങളുടെ ഭൂമി വിൽക്കുമ്പോൾ, ഒരു പക്ഷേ ഭൂമിയിൽ പണ്ടേ ആരോ വെച്ച് ആരാധിച്ചിരുന്ന ചില മൂർത്തികളെയും കൂടിയല്ലേ നിങ്ങൾ വിൽക്കുന്നത്. ആ വിൽപ്പന നിങ്ങളുടെ പിതൃക്കളെ തൂക്കി വിറ്റതിന് തുല്യമല്ലേ? ഒരാൾ മതം മാറുമ്പോൾ ആ വ്യക്തി മാറുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്, അവൻ്റെ പിതൃക്കളെ മുഴുവൻ തൂക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ ഹിന്ദുധർമ്മം എവിടെ എത്തി നിൽക്കും? അപ്പോൾ പാണ്ഡവരുടെ ഈ ദുർബുദ്ധി നിങ്ങൾ മാറ്റിയെടുക്കണം. കൗരവരെക്കാൾ ദുർബുദ്ധികളാണ് പാണ്ഡവരെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ശ്രീകൃഷ്ണൻ എന്ന മഹാപുരുഷൻ ഈശ്വരാവതാരം കൂടെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ബുദ്ധി ഉദിക്കുന്നില്ല. ചൂതുകളിയുടെ ഒരു ഭ്രമം, അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു അഡിക്ഷനിൽ പോയി പെടുക. അത് ചൂതുകളിയാവാം, രാഷ്ട്രീയമാവാം. രാഷ്ട്രീയക്കാർ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ ക്ലബിന്റെ മേലെ സന്ധ്യയ്ക്ക് ഞൊട്ടുന്ന ബോർഡുണ്ട്, ക്യാരം ബോർഡ്, കിടക്കിടക്കെന്ന് വെച്ചേക്കാം. ഇപ്പോൾ കുറച്ച് നിന്നുണ്ടെന്ന് തോന്നുന്നത്. അത് ഈ നമ്മുടെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നു, സന്ധ്യയ്ക്ക് ഭഗവതി തൊഴാൻ പോകുന്നു കാണുമ്പോൾ ഇവർ ചെയ്ത പണിയാണ്. ചെറുപ്പക്കാർ അങ്ങനെ അമ്പലത്തിൽ പോകണ്ട, അമ്പലത്തിൽ പോയാൽ മെല്ലെ അവർ ചിലപ്പോൾ RSSകാരായി പോകുമോ എന്ന കണക്കൂട്ടൽ ഇവർ ചെയ്ത പണി. ഇവർ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് സന്ധ്യയ്ക്ക് ഞൊട്ടാൻ പഠിപ്പിച്ചു. വിളക്ക് വെക്കുന്ന സമയത്ത് വീട്ടിൽ പോകണ്ട, അമ്പലത്തിൽ പോകണ്ട, ഇപ്പോൾ ഞൊട്ടിയാൽ മതി. സന്ധ്യയ്ക്ക് കൂത്തിരിഞ്ഞ് ഞൊട്ടുക, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുപ്പി പൊട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക. ഈ ആഹാരം എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുലത്തെ നിലനിർത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തോടൊപ്പം തന്നെ ആഹാരം പ്രധാനമാണ്. നമ്മുടെ വേദത്തിൽ പറയുന്നുണ്ട്, ആഹാരശുദ്ധവും സത്വശുദ്ധി. ആഹാരം ശുദ്ധമായാൽ സത്വം ശുദ്ധമാവും. സത്വം എന്ന് വേദത്തിൽ പറഞ്ഞാൽ ആയുർവേദത്തിലും വേദത്തിലും അർത്ഥം മനസ്സെന്നാണ്. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ്. കഴിക്കുന്ന ആഹാരം ശുദ്ധമായാൽ മനസ്സും ശുദ്ധമാവും. കാരണം വൈദികമായ നമ്മുടെ സങ്കല്പം കഴിക്കുന്ന ആഹാരം മനസ്സിനെ സ്വാധീനിക്കുന്നു, രൂപപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങളുടെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവന് താങ്ങാനാവാത്ത വണ്ണം 3 കോഴിമുട്ട ഒളിപ്പിച്ച് വെക്കുകയും മത്സ്യവും മാംസവും നിറച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇത് ദഹിക്കാൻ തന്നെ മണിക്കൂറുകൾ വേണം. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പീരീഡ് ഒരു കെമിസ്ട്രി പീരീഡ് ആണെങ്കിൽ കണ്ണിൽ ഈർക്കിൽ വെച്ചാൽ പോലും ഉറക്കം പോവില്ല. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവിടെ എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരം കൊടുക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരം പച്ചക്കറിയാണ്, സംശയം വേണ്ട. ബീഫ് കൂട്ടിയാൽ 48 മണിക്കൂറോളം എടുക്കും അത് ദഹിക്കാൻ. അപ്പം പഴയ ആഹാരം, പഴകിയ ആഹാരം കൃത്യമായ മലവിസർജനം നടക്കാതെ വയറ്റിൽ കടന്ന് അത് ചിത്തത്തെ ബാധിക്കും, ചിന്തയെ ബാധിക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്
3-4 മാസം കൂടുമ്പോഴാണെങ്കിലും ആവണക്കെണ്ണ കുടിപ്പിച്ചിരുന്നു അല്ലേ? ആവണക്കെണ്ണ കുടിച്ചാൽ എന്താ ഗുണം? ബ്ലോക്ക് ഹർത്താലൊക്കെ മാറും, സുഖമായിട്ട് അവൻ പൊയ്ക്കോളും. അവൻ വയറ് ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാവും. ആ ഡോക്ടർമാർ കണ്ണുപിടിച്ച് നോക്കും. ആയുർവേദ ഡോക്ടർമാർ പണ്ട് ചെയ്യും, ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻകാർ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ തിളക്കം, കണ്ണിൻ്റെ തേജസ് വയറിൽ കിടക്കുന്ന അഗ്നിയുടെ മാന്ദ്യമുണ്ടോയെന്ന് അറിയാനായിരുന്നു. അഗ്നി മാന്ദ്യം എന്ന് പറഞ്ഞാൽ വിശക്കാതെ ആഹാരം കഴിക്കുന്നവർക്കുണ്ടാകുന്ന അസുഖമാണ്. വിശക്കുന്നില്ല, എന്നാലും വെറുതെ കുത്തിക്കയറ്റുകയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ജാറം നിറയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. ജാറം നിറയ്ക്കുക, കുറേ ചോറും മറ്റും കൊണ്ടിടുക. അതുപോലെ ഹിന്ദുക്കളും ഈ വെറുതെ ആഹാരം കഴിക്കുകയാണ്, വിശക്കാതെ ആഹാരം കഴിക്കുന്ന അപകടമാണ്. വിശക്കുന്ന എന്താണ് വിശപ്പ്? ഗീതയിൽ, ഭഗവത്ഗീതയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. നമ്മൾ കഴിക്കുന്ന 4 തരത്തിലുള്ള ആഹാരങ്ങളും ഞാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവായ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ, ഞാൻ പരമാത്മാവായ ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും വയറിനകത്ത് ജഠരാഗ്നിയായിട്ട്, വിശപ്പിന്റെ അഗ്നിയായിട്ട്, വൈശ്വാനരാഗ്നിയായിട്ട് വയറ്റിൻ്റെ അകത്തുണ്ട്. ഭഗവാൻ വയറ്റിനകത്തുണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? വിശപ്പ് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നരസേവ നാരായണ സേവ, ജീവസേവ ശിവസേവ എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം, ഒരു മനുഷ്യന്റെ വിശപ്പടക്കിയാൽ അത് പരമശിവനും അല്ലെങ്കിൽ മഹാവിഷ്ണുവിനൊക്കെ കൊടുത്ത ഏറ്റവും ഉത്തമമായ പൂജയാണെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. പക്ഷെ ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഊണ് കഴിച്ച കൈ കൊണ്ട് കാക്കയെ പോലും തെളിക്കില്ല. ഒരു വറ്റതിന് കിട്ടിപ്പോയാലോ? അത്ര അറിവിശുക്കന്മാരും സ്വജനങ്ങളോട് യാതൊരു കൂറും സ്നേഹമില്ലാത്തവരും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അയൽക്കാരെയും കുടുംബങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന നന്ദിയില്ലാത്തൊരു വർഗമായി നമ്മൾ പരിണമിച്ചില്ലേ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. എത്ര പേർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ട് എന്ന് ചിന്തിക്കണം. ഇത് ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഗേയം ഗീതാ നാമസഹസ്രം, നിത്യവും ഭഗവത്ഗീത പഠിക്കണം, സഹസ്രനാമം ജപിക്കണം. ധ്യേയം ശ്രീപതി രൂപം അജസ്രം, ഭഗവാന്റെ രൂപം എപ്പോഴും ധ്യാനിക്കണം. നേയം സജ്ജന സംഘേ ചിത്തം, നല്ല ആളുകളുമായി കൂട്ടുകൂടണം. നല്ല ആളുകൾ എന്ന് പറയുമ്പോൾ ഈ സന്ധ്യയ്ക്ക് ഞൊട്ടാൻ പോകരുത്, ക്ലബ്ബിൽ പോയിട്ട് ചുമ്മാ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരുടെ ചിത്രം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സംസ്കാരത്തെ പറ്റി പഠിക്കണം. നല്ല ചിന്തകൾ ഉണ്ടാവുന്നിടത്ത് കൂട്ടുകൂടണം. നേയം സജ്ജന സംഘേ ചിത്തം, നിങ്ങളുടെ മനസ്സെപ്പോഴും സജ്ജനങ്ങളുമായി കൂട്ടുകൂടണം, നല്ല ആളുകളുമായിട്ട്. പിന്നെയോ അവസാനം പറഞ്ഞത് ഏറ്റവും പ്രധാനമാണ്. ദേയം ദീനജനായ ച വിത്തം, നിങ്ങൾ സമ്പാദിച്ച പണത്തിൽ നിന്ന് 1% നിങ്ങളിൽ താണവർക്ക്, നിങ്ങളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം, ദാനം ചെയ്യണം. ഹിന്ദുക്കളുടെ ദാനമോ അത്തിയാറക്കാവിലേക്ക് ഒരു വിളക്ക് കൊടുക്കാമെന്നൊരു ഹിന്ദു തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ തീരുമാനിക്കണേ തന്നെ ഒരുപാട് ത്രിതല ചർച്ചകളൊക്കെ കഴിയണം, എന്നാലേ ചെയ്യുള്ളൂ. പണ്ടൊരു തമാശ പറയും, മുത്തപ്പൻകാവിൽ, പറശ്ശിനിക്കടവിൽ മുത്തപ്പൻകാവിന് അടുത്തൊരുത്തർ മീൻ പിടിക്കായിരുന്നു. അപ്പം അവൻ ഹിന്ദുവാണ്, പറയേണ്ട കാര്യമില്ല. അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൻ ഇങ്ങനെ കുറേ നേരമായിട്ട് മീനൊന്നും കൊത്തുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും. അപ്പോൾ കുറേ നേരമായിട്ട് ഒരു മീനും കൊത്തുന്നില്ല. അപ്പോൾ ഇവൻ വിചാരിക്കുകയാണ്, ഇതേ ഇങ്ങനെയപ്പോൾ ഒരു മീൻ കൊത്തുക. അപ്പം മനസ്സിൽ വിചാരിച്ചു, മുത്തപ്പ ഒരു മീൻ കിട്ടിയാൽ പകുതി തന്നേക്കാന്ന് പറയാണ്. അപ്പോൾ ഒരു മീൻ കൊത്തി. ഇവനിങ്ങനെ കയ്യിലേക്ക് മീനെടുത്ത് പറയാം, ഇപ്പം തരും. മുത്തപ്പനെ കളിയാക്കാണ്, ഇപ്പം തരാം, കാത്തിരുന്നോളെ. അപ്പം തന്നെ മീൻ വഴുതി വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ ഇവൻ പറയാം, എന്ത് മുത്തപ്പനാണ്, തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. അതുപോലെ നമ്മൾ ഹിന്ദുക്കൾ ദാനം ചെയ്യാൻ ചിന്തിക്കില്ല. ചിന്തിച്ചാൽ തന്നെ എത്രയോ ആലോചിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് മഹാഭാരതത്തിലൊരു രംഗമുണ്ട്. ശ്രീകൃഷ്ണൻ ദുര്യോധനാദികളുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ കർണൻ കുളിക്കാൻ തയ്യാറെടുക്കുകയാണ്. കർണൻ ദേഹത്തെ എണ്ണ തേക്കുകയാണ്. അപ്പോൾ എണ്ണ തേക്കാൻ വേണ്ടി കർണൻ ഉപയോഗിക്കുന്ന പാത്രം സ്വർണം കൊണ്ടുണ്ടാക്കിയ പാത്രമാണ്. അതിൽ രത്നഖചിതമായ പാത്രമാണ്, രത്നം പതിപ്പിച്ച മനോഹരമായ പാത്രമാണ്. അപ്പോൾ കൃഷ്ണൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, നല്ല പാത്രമാണല്ലോ എന്ന് പറഞ്ഞതും കർണൻ ഇടത്തെ കൈകൊണ്ട് ഈ പാത്രം എടുത്ത്, കൃഷ്ണ ഇത് അങ്ങേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. ചിന്തിച്ച് കൃഷ്ണൻ പറഞ്ഞു, കർണ നല്ല പാത്രമാണല്ലോ പറഞ്ഞതും എണ്ണ തേച്ചുകൊണ്ടിരുന്ന കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് ഉടനെ ദാനം ചെയ്തു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, കർണ ഇങ്ങനെയാണോ ദാനം ചെയ്യുക? എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ദാനം ചെയ്യുന്നത്? ഇടത്തെ കൈ കൊണ്ടാണോ ദാനം ചെയ്യുന്നത്? അപ്പൊ കർണൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ മനുഷ്യനാണ്, എണ്ണ തേച്ച് കുളി കഴിഞ്ഞിട്ടൊന്ന് ദാനം ചെയ്യാന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിക്കും ഇത്രയും നല്ല പാത്രം കൃഷ്ണന് കൊടുക്കണോ, വേറെ ചെറുത് കൊടുത്താൽ പോരെ? അല്ല,
ഇനി വലത്തേക്കായിട്ട് കൊടുക്കുന്ന വിചാരിക്കുന്ന ആ സമയം കൊണ്ട് ചിലപ്പോൾ എൻ്റെ മനസ്സ് മാറും, വേണ്ട ഇത് കൊടുക്കണ്ട, വേറെ ചെറിയ പാത്രം കൊടുക്കാമെന്ന് വിചാരിക്കും കൃഷ്ണ. അതുകൊണ്ട് എൻ്റെ മനസ്സെന്നെ കബളിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങേക്ക് ഞാൻ ഇടത്തേക്ക് കൊണ്ടുവന്ന് തന്നതാണെന്ന്. അപ്പൊ ദാനം ചിന്തയില്ലാതെ ചെയ്യണമെന്നാണ്. നല്ല ആൾക്കാർക്ക് കൊടുക്കണം, ശരിയാണ്. പക്ഷെ ദാനം ഒരുപാട് ആലോചിച്ച് കൊടുത്താൽ ദാനമല്ല, സ്വാർത്ഥം കലരും അതിൽ. അപ്പൊ അധ്യാരകാവിലേക്ക് ഒരു വിളക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത പടി എന്താണ്? ഹിന്ദുക്കളെ, മേലേപ്പാട്ട് ദേവകി അമ്മ വക എന്ന് എഴുതി വെക്കും. അതെന്ത് ദാനമാണ്? സ്വന്തം പേര് വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ദാനമെല്ലാം താമസമാണ്, രാജസമാണെന്ന് ഗീതയിലുണ്ട്. ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിൽ തന്നെ ഇത് ഗുണത്രയ വിഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരാൾക്കൊരു ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആ ദാനത്തിൽ നിങ്ങളുടെ പേര് വരണമെന്ന ആശ പാടില്ല. ഹിന്ദുക്കൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അമ്പലത്തിൽ കൊടുത്താൽ കല്ലിടം നിലത്ത് കല്ലു പാകാൻ നേരത്ത് കാണാം, പിന്നെ പത്മനാഭൻ നായർ ഒരു ചവിട്ട്, എല്ലാവരും അങ്ങനെ അയാൾ ചത്തു തൊലഞ്ഞിട്ടും ഇവിടെ ചവിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അയാളുടെ പേര്. ഇങ്ങനെ ദാനം ചെയ്യുന്നതിനെ പറ്റി വളരെ നിശിതമായ കണിശമായ നിയമങ്ങളുള്ളൊരു മതമാണ് ഹിന്ദുമതം. ഗീത പഠിക്കണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറഞ്ഞത് ഗേയം ഗീത നാമ സഹസ്രം, നിത്യവും ഭഗവത്ഗീതയും സഹസ്രനാമവും ജപിക്കുന്ന പറയാൻ കാരണം ഗീതയിലൊക്കെ പറഞ്ഞിട്ട് എന്തു തരം ആഹാരം കഴിക്കണം, എന്തു തരം ആഹാരമാണ് സാത്വികം, എന്താണ് രാജസികാഹാരം, എന്താണ് താമസികാഹാരം, എന്ത് കഴിക്കരുത്, എങ്ങനെ ജീവിക്കണം. യുക്താഹാര വിഹാരസ്യ, നിങ്ങളുടെ ശരീര ബോഡി ടൈപ്പിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കണം, യുക്തമായ ആഹാരം കഴിക്കണം. വിഹാരം, കളികളിൽ ഏർപ്പെടണം, ചുമ്മാ ആഹാരം കഴിച്ച് കുത്തിയിരിക്കരുത്, അസുഖം വരും. യുക്താഹാര വിഹാരസ്യ, പിന്നെയോ യുക്ത ചേഷ്ടസ്യ കർമ്മസു, വേണ്ടാത്ത ചലനങ്ങൾ പാടില്ല ശരീരത്തിന്. ചില ആളുകൾ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും മൂക്കിൽ കേട്ടുകൊണ്ടിരിക്കും, അത് യുക്ത ചേഷ്ടയല്ല. ചില ആൾക്കാർ വെറുതെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കും, ചിലർ വെറുതെ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ചിലർ കാണാൻ ടൈലർ ഷാപ്പിൽ ഇരിക്കുന്നവർ വെറുതെ കാലിൽ മുട്ടിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ യുക്തമായ ചേഷ്ടകൾ വേണം എന്നാണ്. ശരീരം വെറുതെ അനക്കരുത്, വൃഥാവിൽ അനക്കരുത്, ഒരു കാര്യമില്ലാതെ അനാവശ്യമായ ലക്ഷ്യമില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. യുക്ത ചേഷ്ടസ്യ കർമ്മസു, യുക്തമായ കർമ്മങ്ങളും ചെയ്യണം. നിന്റെ ജീവിതത്തിന് അനുകൂലമായ, നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാത്ത, നിന്റെ മാനസികമായ ഉല്ലാസത്തെ നശിപ്പിക്കാത്ത സത്കർമ്മങ്ങളിൽ ഇടപെടണം. ദുഷ്കർമ്മം ചെയ്യരുത്. ദുഷ്കർമ്മം ചെയ്യുന്ന ആരും കണ്ടില്ലെങ്കിലും മഹാഭാരതം പറയുന്നു അതിന് 14 സാക്ഷികൾ ഉണ്ടാവും. നിങ്ങളൊരാളെ ഒരിടത്ത് വെച്ച് രഹസ്യമായിട്ട് കൊല്ലുകയാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ വിചാരിക്കും ആരും കാണുന്നില്ലെന്ന്. പക്ഷെ അത് ഹൃദയം പ്രഥമ സാക്ഷിയാണ്. നിന്റെ മനസ്സാക്ഷി നിനക്കെതിരാവും. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മഹാഭാരതം പറയാണ്, നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ലെന്ന് നീ ഉറപ്പുവരുത്തിയാലും അതിന് 14 സാക്ഷികൾ ഉണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നിന്റെ തന്നെ ഹൃദയമാണ്. The court of your heart will question you until eternity. അനന്തതയിലേക്ക് നിങ്ങളത് ചോദ്യം ചെയ്യും. എത്ര ജന്മം എടുത്താൽ ആ പേടി നിങ്ങളുടെ ഉള്ളിൽ കാണും. 11. ഇങ്ങനെ പല കാര്യങ്ങളും ഗീതയിലുണ്ട്. യുക്ത ചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ, വേണ്ടതുപോലെ ഉറങ്ങണം, വേണ്ടതുപോലെ ഉണർന്നിരിക്കണം. തീരെ ഉറക്കം ഇല്ലാതിരിക്കാനും പാടില്ല, അമിതമായ ഉറക്കം ഉണ്ടാവാനും പാടില്ല. തീരെ ഉറക്കമില്ലാത്ത ഒരു ദിവസമേ ഉള്ളൂ, അത് ശിവരാത്രിയാണ്. ബാക്കി ഒരു ദിവസം അങ്ങനെ ഇരിക്കരുതെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന അനേക സച്ഛാസ്ത്രങ്ങളുള്ള ഹിന്ദു എന്തേ ഇങ്ങനെ പാപ്പരായി പോയി എന്ന് വിചാരിച്ചാൽ ഇതൊന്നും അർത്ഥത്തോടെ പഠിച്ചിട്ടില്ല. വെറുതെ എന്തൊക്കെയോ കാ കീ എന്ന് പാടുകയാണ്. അതുകൊണ്ട് എന്തിനാണ് ഞാനിത് പറഞ്ഞു എന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ, ഈ ശ്രീകൃഷ്ണൻ, നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ച ശ്രീകൃഷ്ണൻ നമുക്ക് ആരാധ്യൻ അല്ലാതാവുന്നത് എങ്ങനെയാണ്? നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ അമ്മ ദൈവമായ കാളി എങ്ങനെ നമുക്ക് അല്ലാതാവുന്നത്? ശാന്തയായ പാർവതി ദേവി തന്നെ ഭക്തരെ സംരക്ഷിക്കുമ്പോൾ, ദാരികനെ കൊല്ലുമ്പോൾ ഉഗ്രരൂപം എടുക്കുന്നു. എൻ്റെ അമ്മ തന്നെ എൻ്റെ ശത്രുവിനോട് ആജ്ഞാപിക്കും പോലെ, അല്ലെങ്കിൽ ക്രോധത്തോടെ സംസാരിക്കും പോലെ, എൻ്റെ അമ്മ തന്നെയാണ് ഈ ജഗന്മാതാവ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഏതൊരു ദേവിയാണോ എല്ലാ ജീവജാലങ്ങളിലും അമ്മയായിരിക്കുന്നത്, ആ ജഗന്മാതാവിന് എൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ജഗന്മാതാവിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കാവിലുള്ള ഭഗവതി. ആ ജഗന്മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ മാടായിക്കാവിലുള്ളത്. കേരളത്തിൽ 13.5 കാവുകളുണ്ട്. ഈ കാവുകളിൽ ഏറ്റവും ഉയർന്ന കാവ് നിങ്ങൾ കണ്ണൂർ ജില്ലക്കാരെ മാടായിക്കാവിലമ്മയാണ്. ഞാനൊരു ദിവസം മാടായിക്കാവിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട്. ഒരു ദിവസം മാടായിക്കാവിൽ വന്നിട്ട് തിരിച്ച് ഞാൻ പോവുകയാണ്, ട്രെയിനിൽ പോവുകയാണ്. പഴയങ്ങാടി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. തിരിച്ച് ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ്. ട്രെയിനിൽ ഇരുന്നപ്പോൾ കണ്ണൂർക്കാരൻ ഒരാൾ, അവിടെ പയ്യന്നൂർക്കാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ എവിടെ പോയെന്ന് പറഞ്ഞാൽ മാടായിക്കാവിൽ പോയത്. അപ്പോൾ അതെവിടെയാണെന്ന് അയാൾ പയ്യന്നൂർക്കാരനാണ്. പിന്നെ ഞാൻ കോഴിക്കോട് എത്തുന്ന ഒരാളോട് അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം എന്താ, എന്നോടൊക്കെ മിണ്ടാൻ പറ്റുമോ? പയ്യന്നൂർ ജീവിച്ചിട്ട് മാടായിക്കാവ് അറിയില്ല അവന്, പിന്നെ അവനോട് എന്തിനാ മിണ്ടുന്നത്? അപ്പം എനിക്ക് തോന്നി മിക്കവാറും സിന്ദാബാ 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 ആയിരിക്കും തോന്നിയോട് ഞാൻ മിണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം,
അമ്മക്കാവുകളാണ് ഇതൊക്കെ. ഈ 13.5 കാവുകൾ അമ്മക്കാവുകളാണ്. കൊടുങ്ങല്ലൂർ ഉണ്ട്, തിരുമാന്താംകുന്ന്, അതുപോലെ പല 13.5 കാവുകളിലൊക്കെ കോഴിക്കോട് ജില്ലയിലെ വളരാട് കാവ്, പിഷാരികാവ്, ഇവിടെ മാമാനത്ത്, മന്നമ്പുറത്ത്, കളരിവാതിക്കൽ, മാടായക്കാവ്, ഇങ്ങനെ 13.5 കാവുണ്ട് കേരളത്തിൽ. ഇതെല്ലാം അമ്മക്കാവുകളാണ്. ഉഗ്രരൂപിണിയായ ദാരികനെ കൊന്ന കാളിയാണ്, ദാരികനെ കൊന്ന അമ്മയാണ്. മാടായക്കാവിലുള്ളത് അതിശക്തമായ അത്യുന്നതമായ മൂർത്തിയാണ്, മഹാചണ്ഡയോഗീശ്വരിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മനുഷ്യന് ചിന്തിക്കാവുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കാളിയാണ് മാടായിക്കാവിലെ കാളി. നിങ്ങൾ പോയിട്ടുണ്ടോ? കണ്ണൂർക്കാരായിട്ട് പോയില്ല? മാടായക്കാവ് പോയി എന്ന് പറയാം. മാടായക്കാവ് പോയിട്ടില്ല, പിന്നെ എങ്ങനെ ദുരിതം ഒഴിയുക? അപ്പൊ അത്യാരക്കാവിലെ എന്ന സ്ഥിതിച്ച് ഇവിടെ ഒരു മൂർത്തിയായിട്ട് കാണുന്നില്ല അല്ലേ? മൂർത്തി സങ്കല്പമില്ല, ഒരു മൂർത്തിയായിട്ട് കാണുന്നില്ല, തറയാണ്. അത് അങ്ങനെയാണ്, മിക്ക സ്ഥലങ്ങളിലും തറയാണ്. എന്താണ് തറയിൽ വെക്കാൻ കാരണം? ഇത് നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മെ കാണുന്നൊരു ഈശ്വരൻ, അങ്ങനെയുണ്ടല്ലോ. നമുക്ക് കാണാൻ പറ്റില്ല. ഗുരുവായൂർ പോയ ഗുരുവായൂർ അപ്പനെ കാണാം, വൈക്കത്ത് പോയ വൈക്കത്ത് അപ്പനെ കാണാം. അത്യാരക്കാലം വന്നാൽ അത്യാരക്കാലം അമ്മയെ കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ഇത്ര മനോഹരമായ സങ്കല്പമാണ്. തറയിൽ ഒരു തറയിൽ ചിലപ്പോൾ ഒരു ചെങ്കൽ വെച്ചിട്ടുണ്ടാവാം, ഒരു ചുവന്ന പട്ടുകൊണ്ട് മൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പള്ളിവാൾ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു വിളക്ക് മാത്രമായിരിക്കും. അവിടെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുലത്തെ കാത്തു രക്ഷിക്കുന്ന, എനിക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടി അനുഗ്രഹിക്കുന്ന, എൻ്റെ മക്കൾക്ക് അംഗഭംഗം വരാതിരിക്കാൻ കാക്കുന്ന, എന്നെയും എൻ്റെ കുടുംബത്തെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്ന, എനിക്ക് സമ്പാദ്യം ഉറപ്പുവരുത്തുന്ന, എന്നെ ഊട്ടുന്ന അമ്മ അവിടെ രൂപമില്ലാതിരിക്കുന്നു. എന്തൊരു മനോഹരമായ സങ്കല്പമാണ്. അതൊരു മരം വെച്ച് പിടിപ്പിക്കുന്നു. ഈ സ്ഥലത്ത് വരുമ്പോൾ ആനന്ദം എത്രയാണ്! ഈ റബ്ബർ ഒഴിച്ചാൽ, ഈ റബ്ബർ ഒഴിച്ച ബാക്കിയെല്ലാം എനിക്ക് അനുകൂലമാണ്. റബ്ബർ ഈ ബ്രിട്ടീഷുകാരൻ്റെ സായിപ്പിൻ്റെ സംഭാവനയാണ്. അവൻ എന്തിനാ അവിടെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് മനസ്സിലായോ? നിങ്ങളുടെ ഭൂമി മുഴുവൻ ഊഷരമായി പോകും, വെള്ളം മുഴുവൻ അവൻ വലിച്ചെടുക്കും. നാണ്യവിളയാണ്, പാണ്ഡവരുടെ ബുദ്ധിയാണിത്. ഈ പറമ്പ് വിറ്റ് കളഞ്ഞാൽ ഇത്ര നഷ്ടം വരില്ല. ഇവിടെ ഇങ്ങനെ വെച്ച് ഇത് വിറ്റ് കിട്ടുന്ന പാല് കൊണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിട്ട് നാണ്യവിളയായിട്ട് ഇതിങ്ങനെ എന്നാണോ കേരളത്തിൽ വന്നത്, എന്നാണോ റബ്ബർ കേരളത്തിൽ വന്നത്, അന്ന് മുതൽ കിണറുകൾ വറ്റി തുടങ്ങി, ഭൂമി ഊഷരമായി തുടങ്ങി, മയിലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭൂമി ഊഷരമായി തുടങ്ങുമ്പോഴാണ്, വെള്ളം നഷ്ടപ്പെടുമ്പോഴാണ്. ഇങ്ങനെ പ്രകൃതിയോട് ഒരു ബന്ധവുമില്ലാതെ ജീവിച്ച സായിപ്പന്മാരുടെ മതങ്ങളും സായിപ്പന്മാരുടെ സിദ്ധാന്തങ്ങളോട് വരികയും അവരുടെ വിദ്യാഭ്യാസം വരികയും ചെയ്തപ്പോൾ മണ്ണിലെ വെള്ളം വറ്റിയതുപോലെ നമ്മിലെ നന്മയും വറ്റി, കാവുകൾ വറ്റി, ദേവതകൾ നമ്മളിൽ നിന്ന് അകന്നു. അങ്ങനെ പാടില്ലെന്നാണ് ശ്രീകൃഷ്ണൻ പൊതുവേ നമ്മൾ കാണുമ്പോൾ എന്താ? പുഞ്ചിരിക്കുന്ന താമരക്കണ്ണൻ, പുഞ്ചിരിക്കുന്നവൻ, മൃദു സ്വഭാവി എന്നല്ലേ? അതേ കൃഷ്ണൻ എങ്ങനെയാണ് പാണ്ഡവരെ കൊണ്ട് 28 കൊല്ലം ഇങ്ങനെ അലയുന്ന കാരണം എന്താണ്? ഇവർ ചെയ്ത തെറ്റ് പൈതൃകം മറന്ന്, തല മറന്ന് എണ്ണ നിൽക്കുകയാണ്. സ്വന്തം നിലനിൽപ്പ് മറന്ന്, സ്വന്തം ജീവിത സാഹചര്യം മറന്ന് ചൂത് കളിക്കുകയാണ്. സ്വന്തം ഭാര്യയെ വരെ പണയം വെക്കാൻ തയ്യാറാവണം. അപ്പൊ അവരനുഭവിക്കണ്ടേ? കൃഷ്ണൻ കൂടെ ശിക്ഷ ഏറ്റു, പക്ഷെ അത് അവരനുഭവിച്ചു. ശരി, കൃഷ്ണന്റെ ഉള്ളിലൊന്നും തൊടുന്നില്ല. കൃഷ്ണന്റെ ഈ ജന്മം മാത്രമല്ല എടുക്കുന്നത്, എത്രയോ അവതാരങ്ങൾ എടുത്ത ഭഗവാനാണ്. ഈ ദുര്യോധനാദികളുടെ പീഡനത്തിൽപ്പെട്ട് ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോഴെങ്കിലും ഇവർ ചിന്തിക്കണ്ടേ, സ്വന്തം ഭാര്യയെ വിൽക്കാൻ പാടില്ലെന്ന്, ചൂത് വെക്കാൻ പാടില്ലെന്ന്, യുദ്ധം ചെയ്ത് ജയിക്കേണ്ടല്ലേ? അപ്പൊ മഹാഭാരതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, തോറ്റു പിൻവാങ്ങരുത്, യുദ്ധം ചെയ്ത് നേടേണ്ടതാണ്, യുദ്ധം ചെയ്ത് അനുഭവിക്കേണ്ടതാണ് ഈ ഭൂമി എന്നുള്ളത്. ആരോട് യുദ്ധം ചെയ്യണം? അതാണ് അടുത്ത ചോദ്യം. തങ്ങളിൽ മുഖത്ത് തുപ്പല്ല വേണ്ടത്. നമ്മുടെ പൊതുശത്രു എന്താണ്? നമ്മുടെ ഭൂമി ആരാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? നമുക്കാരാണ് വിഷലിപ്തമായ ആഹാരം തരുന്നത്? നമ്മുടെ വീടുകൾ ആരാണ് അഗ്നിക്കിരയാക്കുന്നത്? അഗ്നി എന്ന് പറഞ്ഞാൽ ബോംബും കൂടിയാണ് കേട്ടോ. അഗ്നി ഉരുട്ടിയതാണ് ഈ ബോംബ്. അല്ലാതെ അഗ്നി എന്ന് പറഞ്ഞാൽ തീയിടുന്നത് മാത്രമല്ല, ബോംബ് എറിഞ്ഞാലും അഗ്നിയാണ്, വെടിവെച്ചാലും അഗ്നിയാണ്. അപ്പൊ നമ്മുടെ വീടുകൾ ആരാണ് ചുടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളെ ആരാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? ഇതൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആതദായിനം ആയാന്തം ഹന്യാദേവ അഭിചാരേ എന്നാണ് മഹാഭാരതത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ള നിയമം. 6 പാപങ്ങൾ ചെയ്യുന്നവനെ ചിന്തിക്കാതെ കൊന്നോളണമെന്നാണ് മഹാഭാരതത്തിന്റെ നിയമമാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇത് പറയാൻ പറ്റില്ല, പക്ഷെ ഇതാണ് നിയമം. സ്വന്തം വീട് തട്ടിയെടുക്കുന്നവൻ, ഭൂമി തട്ടിയെടുക്കുന്നവൻ, വിഷം ആഹാരത്തിൽ തരുന്നവൻ, അതുപോലെ വീട് ചുട്ടിരിക്കുന്നവൻ, അരക്കലും ചുട്ടല്ലോ പിന്നെ ദുര്യോധനാദികൾ, അതുപോലെ നമ്മെ കൊല്ലാൻ വരുന്നവൻ, നമ്മുടെ സ്ത്രീകളെ അപമാനിച്ച് തട്ടിക്കൊണ്ടുപോകുന്നവൻ, രാജ്യത്തെ അപായപ്പെടുത്തുന്നവൻ, ഇവനെയൊക്കെ കണ്ടെടുത്ത് വെച്ച് കൊന്നോളെന്നാണ്. പണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗ് മരിച്ചുപോയി. അപ്പോൾ ഈ കോൺഗ്രസിന്റെ കാലത്ത് ഉള്ളത് പറയട്ടെ, കോൺഗ്രസിന്റെ കാലത്ത് ഈ ഭീകരവാദികളെ പിടിച്ചിവിടെ കൊണ്ട് തീറ്റിപ്പോറ്റുകയാണ്. അവരെ സംബന്ധിച്ച് ഇത് കായ ചികിത്സയാണ് ഇന്ത്യയിൽ. അവിടെ കാശ്മീരിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സുഖമായ ആഹാരം കൊടുക്കുകയാണ്. ഇവർ തടിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മളെ ഇവനുണ്ടല്ലോ, പേര് മറന്നുപോയി, ക്രിസ്ത്യാനിയാണോ, ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ തട്ടി താഴ്ത്തിട്ടിട്ട് ഭോഗം ചെയ്യാൻ നോക്കിയില്ല ഒരുത്തൻ, ചാർലി ഗോവിന്ദച്ചാമി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവൻ ക്രിസ്ത്യാനിയാണ്, ചാർലി എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ കണ്ടാൽ എന്ത് സൗന്ദര്യം എന്നറിയോ? ഞാനൊക്കെ ക്ഷീണിച്ചായിരിക്കുന്നത്. അവൻ സിനിമയിലെടുക്കാൻ നേരം മോഹൻലാലിൻ്റെ മാതിരി ഇരിക്കുന്നവൻ.
അപ്പോൾ എന്താണ് ഇവിടുത്തെ ജയിലുകൾ സംഭവിക്കുന്നത്? ഇവിടെ ഈ ക്രിമിനൽസിനെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റാണ്, ഭീകരവാദികളെ പിടിച്ചുകൊണ്ട് വരിക, തീറ്റിപ്പോറ്റുക. ചെയ്യരുതെന്നാണ് മഹാഭാരതം പറയുന്നത്. ആദതായിണവൻ ആദതായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ കിൽ ദം ഓൺ ദ സ്പോട്ട്. ചിന്തിക്കാതെ കൊന്നോളണമെന്നാണ് ഇങ്ങനത്തെ ആളുകളെ, വിഷം തരുന്നവരെ. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ കൊല്ലാൻ നേരം ഉണ്ടാവുള്ളൂ. വഴിയോരത്ത് രണ്ട് ഭാഗത്തും ഇരിക്കുന്ന കുഴിമന്തി കടകളും അൽഫാം കടകളും ഷവർമ കടകളും നിങ്ങളുടെ മക്കളെ തീറ്റിക്കുന്നത് സംസ്കാര വിരുദ്ധതയാണെന്ന് പറഞ്ഞാൽ ദേഷ്യം തോന്നരുത്. ഈ ആഹാരമെല്ലാം നമ്മുടേതല്ല. ഇത്തരം ആഹാരം കഴിച്ചാൽ നമ്മുടെ മുത്തച്ഛനും അച്ഛനും കഴിച്ച ആഹാരമല്ല. ഒരിക്കലും ഇവർ നമ്മളെ അനുസരിക്കുകയില്ല. ആഹാരം മനസ്സായി തീരുമെന്ന് വേദം പറയുന്നതാണ്. ആ ആഹാരം ചെല്ലുന്നതോ മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപമായ വിശപ്പിലേക്കാണ്. ഗീതയിൽ പറയാണ് വൈശ്വാനര അഗ്നി ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനിലേക്ക് കഴിക്കുന്ന ആഹാരത്തിന് ഒരു മഹത്വം വേണം, കുടിക്കുന്ന പാലിന് മഹത്വം വേണം, കഴിക്കുന്ന നെയ്ക്ക് മഹത്വം വേണം, ചോറിന് അരിക്ക് മഹത്വം വേണം. ഇങ്ങനെ എല്ലാറ്റിലും വൃത്തിയും ശുദ്ധിയുമുള്ള ആഹാരം സ്വയം പാകം ചെയ്യാൻ തയ്യാറാവണം. ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു 19 ഏക്കർ സ്ഥലം വാങ്ങും, നല്ല കാശുള്ളവരാ, എന്നിട്ട് അവിടെ കൃഷി തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 300 കുടുംബങ്ങൾ, ഒരു തറവാടാണ്, ഒരു മലബാറിലുള്ള കോഴിക്കോടുള്ള ഒരു തീയ കുടുംബമാണ്. അവർ 300ഓളം ഫാമിലി ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്. അവർ ഏതാണ്ട് 50 ഏക്കറോളം സ്ഥലം വേണ്ടി വാങ്ങിയിട്ട് നല്ല ഒന്നാന്തരം ജൈവ കൃഷിയാണ്. അവർക്ക് ഒരു അസുഖവും ഇല്ല. ഒരു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ അത്യന്തം ആനന്ദത്തോടുകൂടി കൃഷിയിൽ എല്ലാവരും റൊട്ടേഷൻ വെച്ചിട്ട് പങ്കെടുക്കുന്നു. ഹിന്ദുക്കൾ ഇതൊന്നും ചിന്തിക്കില്ല. കടം വാങ്ങി ജീവിക്കുക. നിങ്ങൾ ശരിക്കും ലോകായതന്മാരാണ്. ലോകായതം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈശ്വര വിരുദ്ധമായ നാസ്തിക മതത്തിന്റെ പേരാണ് ലോകായതം, ഭൗതിക മതം. അതിന്റെ പ്രമാണം എന്താണെന്നറിയോ? യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം പിബേത് എന്നാണ്. അതായത് എങ്ങനെ ജീവിച്ചാലും സുഖമായിട്ട് ജീവിക്കണം, എന്തായാലും മരിക്കും. ഭസ്മീകൃത്വ ശരീരത്തെ പുനരാഗമനം കുത്താന്നാണ് ചോദിക്കുന്നത്. ശരീരം കത്തിച്ചു കളഞ്ഞാൽ പിന്നെ പുനർജന്മവും ഒരു കുഴപ്പമില്ല, ഈശ്വരനുള്ളൊരു മണ്ണാങ്കട്ടയുമില്ല. എവിടെയോ കേട്ട് മറന്ന ഒരു സിദ്ധാന്തം പോലെ ഉണ്ടല്ലേ. കമ്മ്യൂണിസ്റ്റൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ പറഞ്ഞ സിദ്ധാന്തമാണിത്. ലോകായത മതം എന്താ പറഞ്ഞത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമൊന്നുമില്ല, സ്വർഗവും നരകമൊന്നുമില്ല, ഇവിടെ ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് കടം വാങ്ങിയിട്ടാണെങ്കിൽ നെയ്യ് കൂട്ടി ചോറ് ഊണ്, അന്ന് നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക വലിയ ലക്ഷറിയാണ്. ഇന്നങ്ങനെയല്ല, കടം വാങ്ങി ഷവർമ തിന്നണമെന്നായിരിക്കും പറയുന്നത് അല്ലേ, കടം വാങ്ങി പട്ടായക്ക് പോകണം, അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ കുട്ടികളുടെ ആഗ്രഹം. അപ്പൊ ഇങ്ങനെ ഇക്കണോമിക്സിനെ പറ്റി ചിന്തയില്ലാതെ ജീവിക്കരുതെന്ന് പറയും. അപ്പൊ എന്തിനീ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. ഞാൻ പ്രാണികളുടെ എല്ലാ ജീവജാലങ്ങളുടെയും വയറ്റിൽ വിശപ്പായി കുടികൊള്ളുന്നു. ആ അഗ്നി ഞാനാണെന്ന് കൃഷ്ണൻ പറയുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് കൊടുക്കണം എന്നുള്ളത് നേദ്യം പോലെയാണ് ഹിന്ദുവിന്. ഹിന്ദു കേവലം വിശപ്പടക്കാനോ രുചിക്ക് വേണ്ടിയോ അല്ല കഴിക്കുന്നത്. ഹിന്ദു മഹാവിഷ്ണുവിനുള്ള പൂജയായിട്ടാണ് ആഹാരം പോലും കഴിക്കുന്നത്. അങ്ങനെ ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഊണ് കഴിക്കുക എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുക, ഊണ് കഴിക്കുക, ഊണുൽ കല്യാണം, അതായത് ഉപനയനം കഴിക്കുക. ഈ കഴിപ്പെല്ലാം യജ്ഞമാണ്. ചോറ് തിന്നുകയല്ല, ഊണ് കഴിക്കുകയാണ് ഹിന്ദു. ചോറ് തിന്നുകയല്ല, ഊണ് കഴിക്കുക. എന്താ കാരണം? ഊണ് കഴിക്കുന്നതിന് ചിട്ടവട്ടങ്ങളുണ്ട്, എങ്ങനെ കഴിക്കണമെന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? ഊണ് കഴിക്കൽ പോലും ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു യജ്ഞമാണ്. വിവാഹം കഴിക്കുന്ന പോലെ തന്നെ അത്യന്തം ശ്രദ്ധയോടെ കഴിച്ചില്ലെങ്കിൽ ജീവിതം കുളമായി പോകുന്ന പോലെ ആഹാരം മഹാവിഷ്ണു പൂജയായി കഴിച്ചില്ലെങ്കിൽ, കഴിക്കുന്നത് നല്ലതല്ലെങ്കിൽ നിങ്ങളിൽ വിരുദ്ധ സംസ്കാരം ഉണ്ടാവുകയും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കഴുത്ത് പിടിച്ച് ഞെക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. അത്ഭുതപ്പെടാനില്ല. അപ്പൊ എന്നും നമ്മുടെ കുലദേവതയെ സ്മരിച്ചുകൊണ്ട് ആഹാരം തയ്യാറാക്കണം. കുലദേവതയ്ക്ക് ആദ്യം ഒരു ഇലക്കീറിൽ ഉപ്പിടാതെ കൊടുത്തോളണം. എന്നിട്ട് ആ ആഹാരം മറ്റിൻ്റെ കൂടെ കൂട്ടിയിട്ട് വേണം മക്കൾക്കും ഭർത്താവിനും കൊടുക്കാൻ. അപ്പോൾ സന്ധ്യയ്ക്ക് ആടിയാടി വരുന്ന ഭർത്താവ് ആട്ടം നിർത്തും. പറഞ്ഞാൽ കേൾക്കാത്ത മകളോ മകനോ ഉണ്ടെങ്കിൽ അനുസരിക്കും. ദേവതയ്ക്ക് കൊടുത്തത് നമ്മൾ കഴിക്കണം എന്നാണ്. ദേവതയ്ക്ക് കൊടുക്കുന്നത് നേദ്യമാണ്, നമ്മൾ കഴിക്കുന്നത് പ്രസാദമാണ്. പ്രസാദമൂട്ടാണ് അമ്പലത്തിലുള്ളത്. ദേവതയ്ക്ക് ആദ്യം കൊടുത്തിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ അത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ടാണ് നാട്ടിൽ പാമ്പിനെ പോലെ അഴഞ്ഞു നടക്കുന്ന ഒരു കള്ളുകൂടിയൻ ശബരിമല വ്രതം വരുമ്പോൾ 40 ദിവസം അമ്പലങ്ങളിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുമ്പോൾ അവന് കുടിക്കാൻ തോന്നില്ല. കാരണം ആഹാരം കഴിക്കുന്നതനുസരിച്ച് മനസ്സും ശുദ്ധമാവുകയാണ്. ഇതാണ് വേദം പറഞ്ഞത്, ആഹാരശുദ്ധവും സത്വശുദ്ധി. മനസ്സ് ശുദ്ധമാണെങ്കിൽ ആഹാരം ദേവതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വേണം അരിയിടാൻ. സീരിയലിന്റെ കഥ ആലോചിച്ചുകൊണ്ടല്ല അരിയിടേണ്ടത്. പച്ചക്കറി നുറുക്കുമ്പോൾ ജപിക്കാലോ, മനസ്സിൽ നമശിവായെന്നോ നാരായണായ നമോ രാമരാമെന്നോ ജപിക്കാലോ, ഇല്ലെങ്കിൽ കുലദേവതയെ സ്മരിക്കാലോ. ഉഗ്രഭാവങ്ങളിലുള്ള ദേവീദേവന്മാർ ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, യുദ്ധം എന്നത് എപ്പോഴും അനിവാര്യമാണ്. ആ യുദ്ധം ആന്തരികമായ ദുശ്ചിന്തകൾക്കെതിരെയാവാം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് തട്ടിയെടുക്കുന്നവനോടോ, നമുക്ക് കേടായ ആഹാരം തരുന്നവനോടോ, വിഷലിപ്തമായ ആഹാരം തരുന്നവനോടോ, നമ്മുടെ വീട് തീ വെക്കാൻ വരുന്നവനോടോ, നമ്മുടെ പറമ്പ് തട്ടിയെടുക്കുന്നവനോടോ, നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവനോടോ ഒക്കെ എതിരാവാം. അതെന്തായാലും ശരി, യുദ്ധം അനിവാര്യമാണ്. അപ്പോൾ കാളിയുടെ ആ ക്ഷാത്രഭാവം
നമുക്ക് അത്യാവശ്യമാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തറുത്ത് പന്ത് കളിക്കും ആളുകൾ. അത് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ കുലദേവത ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ കുലത്തിൽ ഇനിയും ഉണ്ണികൾ ഉണ്ടാവണം എന്നതിനുള്ള അനുഗ്രഹം തരുന്ന, കുലം നിലനിർത്തുന്ന ദേവത കുലദേവത. എനിക്ക് മക്കളുണ്ടാവുന്നത്, മക്കൾക്ക് മക്കളുണ്ടാവുന്നത്, അവർ ആരോഗ്യവാന്മാരായിരിക്കുന്നത്, അവർക്ക് സമൃദ്ധി ഉണ്ടാവുന്നത്, കുടുംബത്തിൽ ഛിദ്രം ഉണ്ടാവാതിരിക്കുന്നത്, അപകട മരണങ്ങൾ ഇല്ലാതിരിക്കുന്നത്, ദീർഘായുസ് ഉണ്ടാവുന്ന എല്ലാം കുലത്തിന്റെ ദേവതയുടെ ഗുണമാണ്. കുലത്തിന്റെ ദേവത എന്ന് പറഞ്ഞാൽ ആ കാളിയാണ്, ആ ദേവിയാണ് ഈ കുലത്തെ നിലനിർത്തുന്നത്. കുലദേവതയെ വിസ്മരിച്ചുകൊണ്ട് മതം മാറിപ്പോയാൽ അവിടെ ആരാധന വിച്ഛിത്തി വരികയും പിന്നെയുള്ള കാലത്ത് ആ കുലം തന്നെ ഇല്ലാതാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവായി നാം നമ്മുടെ കുലദേവതയെ ആരാധിക്കുന്നതിൽ ആരെന്തും പറഞ്ഞുകൊള്ളട്ടെ, അപമാനം ചിന്തിക്കാതെ അഭിമാനത്തോടെ നമ്മുടെ ആചരണങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഭൗതിക വിദ്യാഭ്യാസം ഒരു കയ്യിലുണ്ടെങ്കിൽ മറുകൈയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ദീപശിഖ ഉണ്ടായിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് 1 മണിക്കൂർ 5 മിനിറ്റും 43 സെക്കൻഡുമായി എൻ്റെ ഈ വാക്കുകൾ അത്തിയാറക്കാവിൽ അമ്മയുടെ പാദങ്ങൾ സമർപ്പിക്കുകയാണ്. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം, ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല.